നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷം ഇരട്ട സീറ്റുകൾ നേടിയ ഫലമാണ് തന്നിരിക്കുന്നത്. 7 സീറ്റുകൾ പിടിച്ചെടുത്ത LDF UDFിൻ്റെ 4-ഉം BJPയുടെ 3-ഉം വാർഡുകളാണ് നേടിയത്. സംസ്ഥാനത്താകെ ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണെന്ന് കൊട്ടിഘോഷിച്ചവർ അവർക്കുള്ള മറുപടിയായി ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം. നവകേരള സദസ്സ് ജനം തള്ളി എന്ന് പുച്ഛിച്ചവരെ ജനം പുച്ഛിച്ചു തള്ളി. 20-ൽ 19 നേടിയ 2019 മറികടക്കും എന്ന് വീമ്പ് പറഞ്ഞവർക്ക് ഇനി എന്തു പറയാനുണ്ട്? ജനം ആരുടെ കൂടെ എന്ന് ഇനി കണ്ടെത്താൻ മറ്റൊരു സർവേയുടെ ആവശ്യമുണ്ടോ? ഇത് സംസ്ഥാന സർക്കാരിനുള്ള സമ്മതിദാനമാണോ? കേന്ദ്രത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയോ ഉപതെരഞ്ഞെടുപ്പ് ഫലം? കോൺഗ്രസിൻ്റെ സമരാഗ്നി പാതി വഴിയിൽ അണഞ്ഞ കരിവിളക്കായി മാറിയോ? അടിത്തറ ഉറപ്പിച്ച് LDF ഇക്കുറി 20 സീറ്റും നേടി പക വീട്ടുമോ? തെരഞ്ഞെടുപ്പിൽ കേരളം BJPക്കും കോൺഗ്രസിനും കനത്ത തിരിച്ചടി നൽകുമോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ അതിഥികളായുള്ളവർ: CPIM നേതാവ് M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, BJP വക്താവ് അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് എന്നിവർ. ഏറ്റവും ആദ്യം പ്രകാശൻ മാസ്റ്ററിലേക്കാണ് പോകുന്നത്. പ്രകാശൻ മാസ്റ്റർ, ഈ അടുത്ത് കേട്ടുവന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വിഭിന്നമായിരുന്നു. ഈ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണവിരുദ്ധ വികാരമാണ്, ഇവിടെ ജനം ഒരു അവസരത്തിനായി കാത്തു നിൽക്കുകയാണ് എന്നാണ്. മാധ്യമങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അങ്ങ് ദിവസേന എന്നോണം. സർവേകൾ കാണുന്നുണ്ടല്ലോ. നവകേരള സദസ്സ് ഉൾപ്പെടെ ജനം വലിയ ദേഷ്യത്തിലാണ് അതിനോടൊക്കെ എന്ന് കണ്ട കണക്കുകൾക്കൊക്കെ ഇന്നത്തെ ഫലം മറുപടിയാകുകയാണോ പ്രകാശൻ മാസ്റ്റർ? കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും BJPയും അവരെ അന്യായമായി പിന്തുണക്കുന്ന മാധ്യമങ്ങൾക്കും ഏറ്റിട്ടുള്ള ഒരു കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ഈ കഴിഞ്ഞ 2 മാസങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള ഒരു വലിയ പ്രചരണ കൊടുങ്കാറ്റാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷങ്ങളും അതുപോലെ കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങളും അഴിച്ചുവിട്ടത്. അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ നിലക്കുള്ള ആക്ഷേപത്തിനും അതുപോലെ തന്നെ അപകീർത്തിപ്പെടുത്തലിനും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെയുള്ള പ്രചാരവേല അവർ കൊണ്ടുപിടിച്ച് നടത്തിയത്. നവകേരള സദസ്സ് അത് അനാവശ്യമാണ്. ഡൽഹിയിൽ നടത്തിയിരിക്കുന്ന സമരം അത് അനാവശ്യമാണ്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖാമുഖം അത് അനാവശ്യമാണ്. ഇതെല്ലാം ധൂർത്തും അനാവശ്യമായ ചെലവും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കലുമാണ്. ഞങ്ങൾ നടത്തുന്ന സമരാഗ്നി അതാണ് യഥാർത്ഥത്തിൽ കേരളീയൻ്റെ വികാരത്തെ എല്ലാം പ്രതിഫലിപ്പിക്കുന്നത് എന്ന പ്രചാരവേലയാണ് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയും അതുപോലെ BJPയും അവരെ പിന്തുണക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളും ഈ കഴിഞ്ഞ 2 മാസക്കാലമായി കൊണ്ടുപിടിച്ച് നടത്തിയത്. കേരളത്തിലെ ഗവൺമെൻറ് ഇതുപോലെ ജനങ്ങളിൽ നിന്ന് എതിർപ്പ് നേരിട്ട മറ്റൊരു സന്ദർഭമില്ല. കേരളത്തിലെ ഈ ചില പെൻഷനുകൾ അതുപോലെ ചില ആനുകൂല്യങ്ങൾ അവയെല്ലാം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളാകെ ഈ ഗവൺമെൻറ്റിനെ വെറുത്തിരിക്കുന്നു. ഈ ഗവൺമെൻറ്റിനെ എതിർക്കുന്നതിന് ഒരു അവസരം കാത്ത് കഴിയുകയാണ് കേരളത്തിലെ ജനങ്ങൾ എന്നെല്ലാമുള്ള പ്രചാരവേലയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് കോൺഗ്രസും അതുപോലെ BJPയും എല്ലാം നടത്തിയത്. അവരുടെ മുഖത്തേറ്റ ഒരടിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. 5 സീറ്റുകളുമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 10 സീറ്റുകൾ നൽകിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനം കൃത്യമായ നിലക്ക് മറുപടി നൽകിയത്. ഇതുവരെ അവർ ഉന്നയിച്ചിട്ടുള്ള പ്രചാരവേലകൾക്കും കള്ളപ്രചരണങ്ങൾക്കുമുള്ള ഒരു ജനകീയ തിരിച്ചടിയാണ്. എന്ന് മാത്രമല്ല, എന്തോ തങ്ങൾ വലിയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്നായിരുന്നുവല്ലോ BJPയുടെ പ്രചാരവേല. അവരുടെ കയ്യിൽ നിന്ന് സീറ്റുകൾ LDFന് പിടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. UDFിൻ്റെ കയ്യിൽ നിന്ന് 4 സീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് അവിശ്വസനീയമായൊരു കാര്യമാണ്.
ഇങ്ങനെയും ജനങ്ങൾ ചിന്തിക്കുമോ എന്ന് അവരെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഈ വന്നിരിക്കുന്ന വിധി. ഇത് ഈ നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഡ്രസ് റിഹേഴ്സലാണ്. എങ്ങനെയാണ് കേരളം ഈ കേരള വിരുദ്ധരോട്, ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് കേരളത്തിനെതിരായിട്ട് ശത്രുക്കൾക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് മുന്നണി, അവരോട് എങ്ങനെയാണ് കേരളം പ്രതികരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ നടത്തിയ പ്രചാരവേലകൾക്ക് ഐക്യജനാധിപത്യ മുന്നണിയും അതുപോലെ BJPയും അവർക്ക് വേണ്ടി കള്ളപ്രചാരവേലയിൽ ഇടപെട്ടിരിക്കുന്ന കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും ജനങ്ങളോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഈ ജനവിധിയിലൂടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജാജ്വല്യമാനമായി കേരളത്തിലെ ജനങ്ങളുടെ വികാര വായ്പെല്ലാം പൂർണ്ണമായി ഏറ്റുവാങ്ങി മുന്നോട്ടേക്ക് വരുന്നതിൻ്റെ ഏറ്റവും പ്രസ്ഫുടമായ ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമുക്ക് ഏവർക്കും കാണാൻ കഴിയുന്നത്. ശരി, N. ശ്രീകുമാർ, അത് UDF മനസ്സിലാകുന്നുണ്ടോ? പാതി വഴിയിൽ സമരാഗ്നിക്ക് ആ തീയുടെ വെളിച്ചവും ചൂടുമൊക്കെ മങ്ങിപ്പോയി എന്ന് ജനം പറഞ്ഞതിൻ്റെ അടയാളമായി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ വായിച്ചെടുക്കുന്നുണ്ടോ? അത് തന്നെയല്ലേ സത്യം? പ്രകാശ് മാഷ് പറഞ്ഞത് തന്നെയല്ലേ കാര്യം? പ്രകാശ് മാഷ് പറഞ്ഞതല്ല കാര്യം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വാർഡ് ഇലക്ഷനിൽ CPM 4 or 5 വാർഡ് കൂടുതൽ കിട്ടി. അത് എത്ര വോട്ടിനാ ജയിച്ചെന്നൊക്കെ നോക്കുമ്പോൾ ആ വോട്ടിൻ്റെ എണ്ണമൊക്കെ നോക്കി നമുക്ക് മനസ്സിലാകും. പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് 7 അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്നതാണ് ഒരു ലോക്സഭാ മണ്ഡലം. അപ്പോൾ അവിടെ ഈ ഒരു വാർഡ് ഇലക്ഷനിലെ 4 വോട്ടിന് ജയിച്ചതും 10 വോട്ടിന് ജയിച്ചതും അല്ലെ 100 വോട്ടിന് ജയിച്ചതും ഒക്കെ കണക്കുകൂട്ടി അതാണ് തങ്ങളുടെ അടിത്തറ ഭദ്രമാക്കിയതെന്നൊക്കെ പറഞ്ഞാൽ തൽക്കാലം ആശ്വസിക്കാം CPM. അത് ഞാൻ അടിവരയിട്ട് പറയാണ്, CPM ആശ്വസിക്കാം. കാരണം ഇത്രയധികം തിരിച്ചടിയും ജനദ്രോഹ നടപടികളൊക്കെ ഉണ്ടായിട്ടും അവർക്ക് ആശ്വസിക്കാനായിട്ട് 4 വാർഡ് കൂടുതൽ കിട്ടി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്, തർക്കമൊന്നുമില്ല. UDF ക്ഷീണവുമാണ്, അത് സമ്മതിക്കാം. കാരണം 13 സീറ്റ് ഉണ്ടായിരുന്നു UDF, അതിപ്പോൾ 10 ആയിട്ട് മാറി. പക്ഷെ UDF ഒരു നേട്ടമെന്ന് പറയാവുന്ന സംഭവമുണ്ട്. CPM വലിയ തിരിച്ചടിയാണ്. ഈ പ്രകാശ് മാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ കരണത്തായിട്ട് തിരിച്ചടിയാണ് മൂന്നാറിൽ. അവിടെ കോൺഗ്രസിൽ നിന്നും കാല് മാറിയവരെ മൂന്നാർ ഭരണം UDF ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ച് അവിടെ 2 വാർഡും UDF തിരിച്ചു പിടിച്ചു. അത് വലിയ സംഭവമാണ് UDF. അപ്പൊ അതുപോലെ LDF 4 വാർഡ് കൂടുതൽ കിട്ടിയത് നല്ല കാര്യമാണ്. പക്ഷെ ഈ തൃശ്ശൂരിൽ വാർഡുണ്ടായിരുന്നു, മുല്ലശ്ശേരി പഞ്ചായത്തിൽ, അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ തവണ ആ വാർഡ് LDF കയ്യിലായിരുന്നു, UDF കയ്യിലായിരുന്നു. 1 വോട്ടിനാണ് ജയിച്ചത്, 1 വോട്ട്. ഇത്തവണ അവരത് നന്നായി പിടിച്ചെടുത്തു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ക്ഷമിക്കണം, ആ വാർഡ് UDF ആണ് ജയിച്ചത്. UDF 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഇത്തവണ അത് LDF നേടി. അപ്പോൾ 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് UDF ജയിച്ച വാർഡിൽ LDF ജയിച്ചു. അപ്പൊ ഞാൻ ആ വോട്ടിന്റെ ഇത് കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ആശ്വസിക്കാൻ വേണ്ടി പറയാം. കാരണം നമ്മുടെ പ്രവർത്തനം മെച്ചമാണ്, മുഖ്യമന്ത്രിക്ക് പിന്തുണ കൂടി, LDF പിന്തുണ കൂടി, CPM നയങ്ങളും പരിപാടികളും ഒക്കെ ജനങ്ങൾ അംഗീകരിച്ചെന്നൊക്കെ പറയാം. പക്ഷേ MV ഗോവിന്ദ മാഷ്, പാർട്ടി സെക്രട്ടറി, ഇന്ന് രാവിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാം. പ്രകാശ് മാഷ് കൈരളി ചാനലിൽ കൂടെ കേൾക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കൈരളി പ്രേക്ഷകരായ CPM അനുഭാവികളൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നത് പോലെ അല്ലല്ലോ ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി വിലയിരുത്തി പറയുന്നത്. അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് മുൻപ് പല ചർച്ചകളിലും ഗോവിന്ദ മാഷക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ അങ്ങ് ഇന്നത്തെ ദിവസം മാറ്റി പറഞ്ഞതിൽ എനിക്ക് കൗതുകമായിട്ട് തോന്നുന്നുണ്ട്. അതുപോട്ടെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഗോവിന്ദ മാഷ് അത് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങ് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ചെറിയ 1-2 വോട്ടുകളൊന്നും ആയിരിക്കില്ല. ലോക്സഭയിലേക്ക് വരുമ്പോൾ വലിയ വോട്ടിൻ്റെ മാർജിനാണ് വരാൻ പോകുന്നത്. ഇതല്ല കാഴ്ച, ഇതും അതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞതിനുള്ള ആത്മവിശ്വാസമാണ് ഇവിടെ ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയതൊക്കെ. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് കരുതുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ നവകേരള സദസ്സ് വെറുതെയാണ്, എക്സാലോജിക്കിനെ കുറിച്ചുള്ള വിവാദങ്ങൾ വെറുതെയാണ്, മുഖ്യമന്ത്രിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞതൊക്കെ വെറുതെയാണ്, ഈ ദൂർത്താണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടും ഈ ചെറിയ വോട്ടുകൾക്കെങ്കിലും വാർഡുകൾ മാറി മറിയുന്നു, പിടിച്ചെടുക്കുന്നു UDF വാർഡുകൾ, BJP വാർഡുകൾ എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയം അറിയാവുന്ന അങ്ങേപ്പോലുള്ള ആളുകൾക്കൊക്കെ അറിയാമല്ലോ കേരളത്തിൽ ഇതൊരു ചെറിയ കാര്യമല്ല എന്ന്. ഞാൻ പറഞ്ഞല്ലോ ആശ്വാസമാണെന്ന്. കാരണം കുറച്ചു കാലം മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF, അതായത് 2021 പ്രകാശ് മാഷക്ക് അറിയാതെ ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം വന്ന
അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF-നായിരുന്നു മുൻതൂക്കം. അത് ഇത്തവണത്തെ UDF അല്ല, LDF-നാണ് 4 സീറ്റ് കൂടുതൽ കിട്ടിയ LDF-നാണ്. ശരിയാണ്. അതിൽ അവർ തിരിച്ചു പിടിച്ചാണ് 4 സീറ്റ് അവർ തിരിച്ചു പിടിച്ചു, BJP-യെ തോൽപ്പിച്ചൊക്കെ ശരിയാണ്. കോൺഗ്രസ് ഇന്ന് തന്നെ കോൺഗ്രസ് വിലയിരുത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് മട്ടന്നൂർ തോറ്റു എന്നുള്ളത്. പ്രകാശ് മാഷ് കണ്ണൂർ കാരണമാണല്ലോ. എന്തുകൊണ്ട് മട്ടന്നൂർ തോറ്റു എന്നുള്ളത് ഇന്ന് തന്നെ UDF വിലയിരുത്തിയിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ഈ ജനങ്ങൾ ഗവൺമെന്റ് വിരുദ്ധ പ്രചരണത്തിന് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോയപ്പോൾ ഒരു വാർഡ് ഇലക്ഷനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കോൺഗ്രസിന് വലിയ ദോഷം തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ള അതെന്താണ് ഈ വാർഡിലുള്ള ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണോ അവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഈ ചില വാർഡുകളിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങോട്ട് പോയില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? ശ്രീ ലാൽ, നമ്മുടെ ഈ വാർഡ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വാർഡിലത്തെ ഒരു ജനസ്വാധീനമാണത്. അത് ഏത് വ്യക്തിയാണ്, ഏത് പാർട്ടിയാണെന്നുള്ള, ഏത് വ്യക്തിയാണ് പാർട്ടിക്ക് അല്ല, അത് നമുക്ക് പറയുമ്പോൾ പറയാം. ശ്രീകുമാർ, നമുക്കറിയാലോ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഇതൊക്കെ മത്സരങ്ങൾ നടക്കുന്നത്. LDF-ഉം UDF-ഉം മുന്നണിയായിട്ടാണ് ഈ വാർഡുകളിലൊക്കെ മത്സരിക്കുന്നത്. അവിടെ എങ്ങനെയാണ് വ്യക്തികളുടെ കാര്യം പറയുക? അതെല്ലായിടത്തും ഉണ്ടാകും, വ്യക്തികളുടെ സ്വാധീനമൊക്കെ എല്ലായിടത്തും കുറേശ്ശെയൊക്കെ ഉണ്ടാകും. പക്ഷേ ആത്യന്തികമായി രാഷ്ട്രീയമാണ് അവിടെയൊക്കെ മത്സരം നടക്കുന്നത്. അങ്ങനെയാണ്. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പഞ്ചായത്തൊക്കെ നമുക്ക് ഈ രീതിയിൽ കാണാൻ സാധിക്കുക? ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. അതായത് വാർഡുകളിൽ രാഷ്ട്രീയത്തിനൊപ്പം തന്നെ പാർട്ടികൾക്കൊപ്പം തന്നെ വ്യക്തികൾക്കും സ്വാധീനമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇപ്പോഴത്തെ ഈ 4 സീറ്റ് UDF വിരുദ്ധ വികാരമാണ്, LDF അനുകൂല വികാരമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞ് അങ്ങനെ പറയുന്നില്ല. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും തെരഞ്ഞെടുപ്പിൽ നിങ്ങളത് പറയുന്നില്ല. ഗവൺമെന്റ് വിരുദ്ധ വികാരമാണെന്ന് പറയുന്നില്ല. ഈ 4 വാർഡിലാണോ ജയമാണോ ഗവൺമെന്റ് വിരുദ്ധ വികാരം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്? പക്ഷെ അത് CPM പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷെ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് CPM-ന്റെ ഭാഷയിൽ പറയുന്നത്? അല്ലല്ല, ഞാൻ പറയുന്നത് ഇന്നത്തെ ഞാൻ പറഞ്ഞൊന്നും ആരും മറക്കരുത്. ഇത് ആശ്വാസ വിജയമാണ്, CPM-ന് ആശ്വാസ വിജയമാണ്, UDF-ന് ക്ഷീണമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ ഒപ്പം തന്നെ അതിന്റെ കാര്യകാരണങ്ങൾ വിവരിച്ചതേ ഉള്ളൂ. ആ കാര്യകാരണങ്ങൾ വിവരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM പറയുന്നതല്ല ഈ 4 സീറ്റ് കൂടുതൽ നേടിയപ്പോൾ അവർ പറയുന്നത്. ശരി. പക്ഷെ കാര്യം ശരിയാണ്, അങ്ങ് അംഗീകരിച്ചു. ഇത് UDF-ന് ക്ഷീണം തന്നെയാണ്, LDF-ന് നേട്ടവുമാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കേരളത്തിൽ എത്രമാത്രം ഗുണം ആർക്കൊക്കെ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ആത്യന്തികമായി അന്വേഷിക്കുന്നത്. പ്രകാശ് മാഷ് ഒരു മിനിറ്റിൽ മാത്രം, എനിക്ക് കൃഷ്ണദാസിലേക്ക് പോകണം. 1 മിനിറ്റിൽ മാത്രം ശ്രീകുമാർ പറഞ്ഞ ഒരു കാര്യത്തിന് അങ്ങേക്ക് മറുപടി ഉണ്ടോ? ഈ മൂന്നാറിലും മുല്ലശ്ശേരിയിലുമൊക്കെ അദ്ദേഹം ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ നമുക്ക്, അതായത് പ്രകാശ് മാഷക്ക് വിലയിരുത്താൻ യോജിപ്പുള്ള കാര്യം ആണോ? അല്ല, ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവായ ട്രെൻഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ സീറ്റുകളിലും വോട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ LDF-ന് കൂടെ വന്നിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന മട്ടന്നൂരുണ്ടല്ലോ, മട്ടന്നൂർ എന്താണ് ഇരിക്കുന്നത്? മട്ടന്നൂരിൽ കഴിഞ്ഞ പ്രാവശ്യം 12 വോട്ടിന് UDF ജയിച്ചതാണ്. അവരിത്തവണ 50 വോട്ടുകൾ അധികമായി ചേർത്തിട്ടുണ്ടെങ്കിൽ UDF-നോട് ചോദിച്ചാൽ അറിയാം. എന്നിട്ട് ഇപ്പോൾ BJP 72 വോട്ടിന് ജയിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഇവർ ചേർത്തിരിക്കുന്ന 50 വോട്ടുകളും നേരത്തെ ജയിച്ച വോട്ടുകളും എല്ലാം BJP-ക്ക് പോയി എന്നല്ലേ? LDF-ന് നേരത്തെ കിട്ടിയ വോട്ട് സംരക്ഷിക്കാനായി എന്ന് മാത്രമല്ല 20 വോട്ടുകൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വർദ്ധിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ BJP-യിലേക്ക് അവരുടെ വോട്ടുകൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് മട്ടന്നൂരിൻ്റെ സൂചന. പിന്നെ ഇത് ഒരു തെരഞ്ഞെടുപ്പായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ശരി. ഇത് ഒരു സാമ്പിൾ സർവേയാണ്, ഇലക്ഷൻ്റെ സാമ്പിൾ സർവേ. വടക്കേ അറ്റത്തും തെക്കേ അറ്റത്തും മധ്യ കേരളത്തിലുള്ള പഞ്ചായത്തുകളിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തുണ്ട്, കണ്ണൂരുണ്ട്, പാലക്കാടുണ്ട്, തൃശ്ശൂരുണ്ട്. എന്ന് പറഞ്ഞാൽ ഓൾ കേരള ഇലക്ഷൻ സാമ്പിൾ സർവേയാണ് ഈ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. കേരളത്തിലെമ്പാടും എന്താണ് ജനങ്ങളുടെ വികാരം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. എല്ലാ സ്ഥലങ്ങളിലും LDF-ന് വോട്ടുകൾ വർദ്ധിച്ചിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും LDF-ന് അനുകൂലമായിട്ട് ജനങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നു. BJP-ക്കും കോൺഗ്രസിനും കിട്ടുന്ന വോട്ടുകൾ കുറയുന്നു. അതൊരു ജനറൽ ട്രെൻഡാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 23 മണ്ഡലങ്ങൾ കാണാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾ ഏറ്റവും വലിയ പ്രചാരവേല CPM-നും LDF-നും എതിരായി നടത്തിയത് ജനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കരുത്. മാത്രമല്ല ഇത് തെറ്റാണ്, നിങ്ങൾ ഈ പ്രചാരവേല നിന്ന് പിൻവാങ്ങണം എന്ന് അവർ ആവശ്യപ്പെടുന്നതായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. അത് സാർവജനീനമായിട്ടാണ്, എവിടെയെങ്കിലും ഒരു സ്ഥലത്തല്ല, കേരളത്തിലാകെയാണ്. ശരി. അപ്പോൾ ഞാൻ വരാം. ശ്രീകുമാർ, താങ്കൾക്ക് മറുപടി ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതൊരു സാമ്പിൾ സർവേ ആണ് എന്ന് പറഞ്ഞത് കൃത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രകാശ് മാഷക്ക് ഈ സർവേയെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും ഈ സർവേയൊക്കെ നടത്തുന്ന ഒരാളായതുകൊണ്ട് ഈ വാർഡുകളിലെ
ആളുകളെയാണ് പോയി ഈ സർവേ നടത്തുന്നവരൊക്കെ കാണുന്നത്. അപ്പോൾ വാർഡുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രതികരണം തന്നെയാണ് ഈ സീറ്റുകളായിട്ട് രൂപാന്തരം പ്രാപിച്ച് സർവേ റിസൾട്ടിലേക്കൊക്കെ വരുന്നത്. അത് ഇവിടെ ഒരു സാമ്പിൾ സർവേ തന്നെയാണ് എന്ന് കാണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഒരു സാമ്പിൾ സർവേയിലൂടെ കേരളം ഇന്ന് കൃത്യമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു സാമ്പിൾ സർവേയിലൂടെ ഇന്ന് കേരളം പ്രതികരിച്ചിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ പ്രചരണത്തിനപ്പുറമാണ് കേരളം എന്നാണ്. ഒരു വിധിയെഴുത്തിൽ കേരളം LDFനൊപ്പം എന്നാണ്. എന്താണ് നരേന്ദ്രമോദിക്കും BJPക്കും ഒക്കെ ഈ കാലഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ കാര്യം എന്ന് കാണുന്നുണ്ടല്ലോ? നമ്മുടെ ഈ തരത്തിലുള്ള വിലയിരുത്തൽ പ്രകാശൻ മാഷക്ക് കുറച്ച് ആവേശവും രോമാഞ്ചമൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഈ തരത്തിൽ വിലയിരുത്തിയത് കൊണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് എന്ന് ധരിച്ചാൽ അതിനെനിക്ക് പ്രത്യേകിച്ച് അവരോട് ഒന്നും പറയാനില്ല. അവരുടെ വിചാരങ്ങളും അവരുടെ ചിന്തകളും അവരുടെ ചർച്ചകളും ഒക്കെ ആ വഴിക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ നമ്മൾ കാണുന്നത് കൊല്ലം ജില്ലയിൽ NDAയിൽ നിന്ന് ഒരു സീറ്റ് LDF പിടിച്ചെടുത്തു. പക്ഷേ ആലപ്പുഴ ജില്ലയിലേക്ക് വന്നപ്പോൾ LDFൽ നിന്നൊരു സീറ്റ് NDA പിടിച്ചെടുത്തു. കണ്ണൂർ ജില്ലയിൽ UDFൽ നിന്നൊരു സീറ്റ് NDA പിടിച്ചെടുത്തു. BJPക്ക് 4 സീറ്റുണ്ടായിരുന്നു. സീറ്റിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഒരു സീറ്റ് കുറഞ്ഞു. അപ്പോൾ പ്രകാശൻ മാഷ് ആലപ്പുഴ ജില്ലയിലെ LDFൻ്റെ സീറ്റ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അങ്ങനെ അത്ര വലിയ പരാജയം BJPക്ക് ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ BJPയുടെ നിലപാടുകൾക്ക് ഭയങ്കര തിരിച്ചടി ഉണ്ടായെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ അതെന്തായിരിക്കും അവസ്ഥ? ആലപ്പുഴയിലാണല്ലോ ഇപ്പോൾ ഏക കനൽത്തരി പാർലമെൻറ്റിനകത്തുള്ളത്. അപ്പോൾ അവിടെ BJPക്കുണ്ടായിട്ടുള്ള വിജയത്തെക്കുറിച്ച് പ്രകാശൻ മാഷക്ക് എന്താ പറയാനുള്ളത്? BJPക്ക് ഒരു സ്ഥലത്തും MP ഇല്ല. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നിലവിൽ MP ഇല്ല. CPMനാകെ MP ഉള്ളത്, LDFനാകെ MP ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ആ ആലപ്പുഴ ജില്ലയിലെ ട്രെൻഡ് BJPക്ക് അനുകൂലമാണല്ലോ. അങ്ങനെയല്ലേ കാണേണ്ടത്? കണ്ണൂർ ജില്ലയിൽ BJPക്ക് MP ഇല്ലല്ലോ. പക്ഷേ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ റിസൾട്ട് വന്നപ്പോൾ UDFൽ നിന്ന് NDA വിജയിക്കുന്ന സാഹചര്യമാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അപ്പോൾ BJPക്ക് അനുകൂലമായ ട്രെൻഡ് ഉണ്ടാവണ്ടേ? BJPക്ക് ആകെ നോക്കുമ്പോൾ 4 സീറ്റിൽ നിന്ന് ഞങ്ങളുടെ സീറ്റിൻ്റെ എണ്ണം 3 ചുരുങ്ങി. പക്ഷേ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പിടിച്ചെടുത്ത സീറ്റുകൾ UDFൽ നിന്നും LDFൽ നിന്നുമാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു. UDFനും LDFനും എതിരായി ജനങ്ങൾ മാറി ചിന്തിക്കുന്നു എന്നല്ലേ കാണേണ്ടത്? ആ നിയോജക മണ്ഡലങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആകെയുള്ളതിൻ്റെ മുമ്പ് വി മുരളീധരൻ പറഞ്ഞതുപോലത്തെ ഒരു വിശകലനമാണ് എനിക്ക് തോന്നുന്നത്. ആകെയുള്ളതിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോഴേക്കും ഉണ്ടായിരുന്നതിൻ്റെ ഒന്ന് കുറഞ്ഞ് 3 മാറിയ ഒരു കണക്കാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണോ നിങ്ങൾ ഇത്ര കൊട്ടിഘോഷിച്ച് കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ പോകുന്നു, മോദി ഗ്യാരണ്ടിയൊക്കെ ഇതാണോ നിങ്ങളിവിടെ പ്രതിഫലിപ്പിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണോ എന്ന ചോദ്യമാണ് വരുന്നത്. ലാലെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഡോക്ടർ ലാൽ. അതായത് LDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലമാണ്. അതാണല്ലോ ആകെ പാർലമെൻറ്റിൽ MP എന്നുള്ള നിലക്ക് LDFനുള്ളത്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ആലപ്പുഴയിലെ കാണണം എന്ന് പറഞ്ഞപ്പോൾ സർവേ ആയിട്ടാണ് അങ്ങ് ഇതിനെ കാണുന്നതെങ്കിൽ ഇത് കേരളത്തിൻ്റെ മൊത്തം ചിത്രത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് വേണം എടുക്കാൻ. അല്ലാതെ ആലപ്പുഴയിലേക്കുള്ള ഒരു പരിച്ഛേദമാണ് അവിടുത്തെ ഒരു വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് കാണുന്നത് തെറ്റാണ് സർവേയെ സംബന്ധിച്ചിടത്തോളം. ഇത് സർവേ ആയിട്ട് അതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആലപ്പുഴയുടെ ഫലമാണ്, ആലപ്പുഴയിലെ ഒരു വാർഡിൽ നിന്ന് കിട്ടിയത് എന്ന് പറയുന്നത് തെറ്റാണ്. കേരളത്തിൻ്റെ മുഴുവൻ അവസ്ഥയെ നമുക്ക് ഇതൊരു സർവേ ആയിട്ട് എടുക്കാം. കേരളം മുഴുവൻ ഇങ്ങനെയാണൊരു പൊതുചിന്ത എന്നേ പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു സർവേ ആയിട്ട് ഓരോ മണ്ഡലത്തിൻ്റെയും കാര്യമായിട്ട് ഓരോ വാർഡിനെ എടുത്തുകൊണ്ട് പറയാൻ പറ്റില്ല സാർ. അല്ല, ഞാനിതിനെ കേരളത്തിൻ്റെ മുഴുവൻ സർവേയുടെ ഫലമായി അങ്ങെടുത്തതുപോലെ തന്നെ എടുക്കാം. നമുക്ക് അങ്ങനെയൊന്ന് പരിശോധിക്കാം. അങ്ങനെ നോക്കുമ്പോഴും
UDFിൻ്റെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലുമുള്ള സീറ്റുകൾ, ഉദാഹരണത്തിന് എറണാകുളത്താണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും ഒക്കെ UDFിൽ നിന്ന് ചില സീറ്റുകൾ LDF കൂടുതലായി പിടിച്ചെടുത്തിട്ടുണ്ട്. അവർക്ക് കിട്ടിയെന്ന് പറയുന്ന ആകെ അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 9 സീറ്റുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന 4 കഴിച്ചാൽ 5 കിട്ടിയിരിക്കുന്നതിൽ പ്രധാനമായും കിട്ടിയിട്ടത് UDFിൽ നിന്നാണ്. BJPയിൽ നിന്ന് 2 LDF പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയത്ത് തന്നെ ആലപ്പുഴയിൽ LDFിൻ്റെ സീറ്റ് BJP പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ആലപ്പുഴയാണ് നമ്മൾ ടെസ്റ്റ് ഡോസായിട്ട് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന സർവേയുടെ ഫലം പരാജയപ്പെട്ടു. അതാണ് നേരത്തെ ശ്രീകുമാർ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രകാശ് മാഷക്ക് തൽക്കാലത്തേക്ക് സ്വയം പറഞ്ഞ് ആശ്വസിക്കാൻ ഇത് വേണമെങ്കിൽ എടുക്കാം, അതിൽ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ LDFിൻ്റെ ഏക MP ഉള്ള പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്തുകൊണ്ട് LDF പരാജയപ്പെട്ടു? അങ്ങനെയാണെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതല്ലേ അളവുകോലാവേണ്ടത്? ഇത് നടക്കുന്നത് എക്സാലോജിക്കിൻ്റെ പരീക്ഷണമല്ലല്ലോ ഇവിടെ നടക്കുന്നത്, എക്സാലോജിക്കിൻ്റെ കേസിൻ്റെ പരീക്ഷണമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പരീക്ഷണമാണ് എന്നാണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ ആലപ്പുഴയിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ആലപ്പുഴയിലെ ഒരു വാർഡിൽ BJP ജയിച്ചത് കൊണ്ട് ആലപ്പുഴ മണ്ഡലം BJPക്ക് എന്താണ് അനുകൂലമാണെന്ന് പറയാൻ സാധിക്കുമോ? BJPക്ക് ആ ഒരു വാർഡ് കിട്ടിയത് കൊണ്ട് അത് മുഴുവൻ BJPക്കാണെന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെയാണോ സാമ്പിൾ? താങ്കൾ അത് തെറ്റായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നത്. കേരളത്തിലെ 8, 10, 15, 20 വാർഡുകളിൽ നടക്കുന്ന, അതും ചിന്നിച്ചെതിരിക്കിടക്കുന്ന ഏതാണ്ട് 8ഓളം വരുന്ന ജില്ലകളിൽ നടക്കുന്ന മത്സരങ്ങളിലെ വാർഡുകളിൽ നടക്കുന്ന ഒരു സാമ്പിൾ മത്സരമായി നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഒറ്റ സാമ്പിളേ എടുത്തുള്ളൂ, ആലപ്പുഴ മണ്ഡലം. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വേവലാതി ഉണ്ടാകുന്നത്? നിങ്ങൾ 20 സീറ്റുകളിലെ 22 സീറ്റുകളുടെ എടുത്തപ്പോൾ ഞാൻ ഒരൊറ്റ പാർലമെൻറ്റ് മണ്ഡലമേ സാമ്പിളായിട്ട് എടുത്തുള്ളൂ. ആ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലെ സാമ്പിൾ എടുത്താൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് LDFിനുള്ള സീറ്റ് എന്ന് പറയുന്നത് പരാജയപ്പെടാൻ വേണ്ടി പോകുന്നു എന്നല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്താ ഇതിൽ സാമ്പിൾ സർവേ? ഒരു വാർഡ് ഇപ്പോൾ BJP പിടിച്ചെടുത്തത് കൊണ്ട് അത് LDFിൻ്റെ പരാജയമായി, ആകെ ഉണ്ടായിരുന്ന ഒരു കനൽത്തരിയെ അണച്ചു കളഞ്ഞു BJP എന്ന് കാണാൻ തയ്യാറുണ്ടോ? ഇത് BJPക്ക് കിട്ടാൻ പോവുകയാണോ ആലപ്പുഴ? എന്താണ് അതിൻ്റെ അർത്ഥം? ഇതിൽ ഈ സാമ്പിൾ സർവേ എന്നുള്ള ആശയം അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. സാമ്പിൾ സർവേ എന്ന് പറയുന്നത് ഒരു കൂട്ടം പ്രദേശങ്ങളിൽ നടത്തുന്ന സർവേയുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന പൊതുനിഗമനാണ്. മറ്റോരോന്നിനും പ്രത്യേക നിഗമനം ഉണ്ടാവും. അതിൻ്റെ സർവേ എന്ന് വിളിക്കില്ല, അത് ഓരോന്നിനും പ്രത്യേക ഫലമാണല്ലോ. പിന്നെ BJPക്ക് ഈ പ്രയാസം സ്വാഭാവികമാണ്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 15% വോട്ട് കിട്ടിയ BJP പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് 12%. കിട്ടിയ ഒരൊറ്റ സീറ്റും അവർക്ക് നിലനിർത്താനാവാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ MPമാർക്കോ അല്ലെങ്കിൽ അവരുടെ MLAമാർക്കോ അല്ലെങ്കിൽ അവരുടെ മറ്റാളുകൾക്കോ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താനാവുന്നില്ല. ഒരു MLA ഉണ്ടായിരുന്നല്ലോ BJPക്ക്, അത് പോയല്ലോ. ഈ പ്രാവശ്യം അവരുടെ 2 പഞ്ചായത്ത് മെമ്പർമാർ ഉള്ളത് പോയി. കാരണം BJPയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ പീരീഡ് കൊണ്ട് ബോധ്യമാവും ഇതല്ല നമുക്ക് തെറ്റിപ്പോയി എന്ന്. അവർ മാറ്റും. അതുകൊണ്ടാണല്ലോ അവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ആവട്ടെ 4ൽ നിന്ന് 3 ആവുന്നത് എന്തോ ഒരു മെച്ചം പോലെയാണ്. മൊത്തം സീറ്റ് 4ൽ നിന്ന് 3 ആവുന്നത് എന്തോ മെച്ചം, 5ൽ നിന്ന് 10 ആവുന്നത് എന്തോ മോശം. അതെന്തൊരു കണക്ക് ശാസ്ത്രമാണ്? ഞങ്ങൾക്ക് 5ൽ നിന്ന് 10 ആയി, അത് വളരെ മോശം. അവർക്ക് 4ൽ നിന്ന് 3 ആയി, അത് വളരെ മെച്ചപ്പെടും. അങ്ങനെ പറയാൻ വേണ്ടി കഴിയുമോ? കേരളത്തിലാകെ നടന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ BJPയും കോൺഗ്രസും പുറകോട്ട് പോയിരിക്കുന്നു. അതല്ലേ വസ്തുത. അതാവട്ടെ അവർ നടത്തിയിരിക്കുന്ന പ്രചണ്ഡമായ പ്രചരണങ്ങളുടെ മധ്യത്തിലാണ്. മറ്റവരാണെങ്കിൽ അദ്യഞ്ച്വാരിയുടെ നടുവിലാണ്, ഇവരാണെങ്കിൽ എക്സാലോജിക്ക് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് അവർക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാനായാൽ നല്ലത്. ഒരു പാർട്ടി എന്ന അവർക്ക് പിടിച്ചേക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരായിരിക്കും ഇത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ആരംഭിച്ചല്ലോ, സ്ഥാനാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സമയത്ത് ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രതികരിക്കുക. കേരളീയർക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ജനതയൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഇത് കൃത്യമായ നിലക്കുള്ള ഒരു ജനങ്ങളുടെ വിധിയെഴുത്താണ്. ഒരു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മിനി ചിത്രമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് കേരളത്തിലെ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ്, ഒരു സാമ്പിൾ സർവേയാണ്. നിങ്ങൾക്ക് ബേജാറുണ്ടാവും. കാരണം ഇത്രയെല്ലാം നിങ്ങൾ കൂട്ടായി ശ്രമിച്ചിട്ട് BJPയും കോൺഗ്രസും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായിട്ടാണല്ലോ, ഒറ്റക്കൊറ്റക്കല്ല. BJPയുടെ കൂടെയാണ് കോൺഗ്രസ്, കോൺഗ്രസിൻ്റെ കൂടെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ. അവരെല്ലാം ചേർന്ന് തലകുത്തി മറിഞ്ഞിട്ടും മലയാളിയെ LDFിന് എതിരാക്കാനാവുന്നില്ല. പ്രകാശം പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇത് UDFിന്റെ രാഷ്ട്രീയത്തിനകത്ത് UDFിനകത്ത് തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ അടുക്കാൻ പോവുകയാണ്. അതിനിടയ്ക്ക് ഈ ഇന്നുണ്ടായിരിക്കുന്ന ഫലം വലിയൊരു രാഷ്ട്രീയമായ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കും എന്നൊക്കെ പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഇപ്പോൾ LDFിന്?
ഇതിലെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ UDF-നകത്ത് ഗൗരവമായ പടലപിണക്കങ്ങളുണ്ട് എന്നുള്ളത് കേരള രാഷ്ട്രീയം അറിയുന്ന ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നത്? LDF മുന്നോട്ടേക്ക് വെച്ച 2 or 3 പരിപാടികളോട് ആദ്യഘട്ടത്തിൽ ഇവിടെ ലീഗ് പരസ്യമായ നിലയ്ക്ക് യോജിച്ചു, ഞങ്ങളത് ആലോചിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് കോൺഗ്രസിൻ്റെ സമ്മർദ്ദം കൊണ്ട് മാറ്റാൻ നിർബന്ധിക്കപ്പെട്ടു എന്ന് അവർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? UDF-ലെ പ്രധാനപ്പെട്ട 2 കക്ഷികൾ എന്ന് പറഞ്ഞാൽ പോലും ശരിയാവില്ല, ഏറ്റവും സ്വാധീനമുള്ള ലീഗ്, ആ ലീഗിന് കോൺഗ്രസിൻ്റെ നയങ്ങളോട് ശരിയായ നിലക്കല്ല നിലപാടല്ല ഉള്ളത്, അവർക്ക് അതിനോട് വിയോജിപ്പുണ്ട് എന്നല്ലേ പറയുന്നതിനർത്ഥം. അപ്പോൾ അവരുടെ ഇടയിൽ ഇപ്പോൾ തന്നെ പടലപിണക്കമുണ്ട്. അതുപോലെ കോൺഗ്രസിന് എത്ര നേതാക്കന്മാർ അവർ സ്വീകരിക്കുന്ന നിലപാടിനായിട്ട് പരസ്യമായ രംഗത്ത് വന്നു. അത് അർത്ഥമാക്കുന്നത് എന്താ? കോൺഗ്രസിനകത്ത് അവർ സ്വീകരിക്കുന്ന, പ്രത്യേകിച്ച് KPCC അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന നിലപാടുകളോട് കടുത്ത വിയോജിപ്പുള്ള നേതാക്കന്മാർ ധാരാളമായിട്ട് കോൺഗ്രസിനകത്തുണ്ട് എന്നല്ലേ അത് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അവരെ സംബന്ധിച്ച് ഒരു ഏകാഭിപ്രായത്തിലേക്ക് ഒരു കാര്യത്തിലും എത്താനാവുന്നില്ലല്ലോ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അണികളിലടക്കം ഈ പറയുന്ന വികാരം ശക്തമാണ്. അതുൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചിട്ടുണ്ടാവും. ജനങ്ങൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അപ്പോൾ ചിന്തിക്കുകയാണല്ലോ, അവർക്ക് കിട്ടുന്നൊരു അവസരം വെച്ച് അവർ വിനിയോഗിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ സ്ഥലത്തും വോട്ടുകൾ വർദ്ധിച്ചു എന്നുള്ള കാര്യം എന്താ വ്യക്തമാക്കുന്നത്? ധാരാളം UDF-ൻ്റെ വോട്ടർമാർ ഇത്തവണ LDF-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ പടർമടക്കത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവർക്കാവുന്നില്ലെങ്കിൽ കഷ്ടം എന്ന് പറയല്ലാതെ പറയാൻ എന്താ ചെയ്യുക? ഇത് വ്യക്തമായ സൂചനയാണെന്ന് കണ്ട് സ്വന്തം നിലപാടുകളെ തിരുത്തി അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞാലല്ലാതെ പിടിച്ചേക്കാനാവില്ല. കാരണം ജനങ്ങൾ ആരുടെയും അടിമകളൊന്നുമല്ല, അവർക്ക് സ്വന്തം നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അവർ ആലോചിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം ഒരു മെസ്സേജാണ്, കേരളത്തിലെ എല്ലാ പാർട്ടികൾക്കുമുള്ള ഒരു മെസ്സേജ്. അത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കണം എന്നാണ് എൻ്റെ വിനീതമായ. ശരി, ശ്രീ N. ശ്രീകുമാർ, വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം ആണ് ഇപ്പോൾ പ്രകാശ് മാഷ് പറഞ്ഞിരിക്കുന്നത്. താങ്കൾക്കത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. ഞാനിതാ ഇപ്പോൾ PMA സലാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ നോക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വരുന്നത് കാണുമ്പോൾ ലീഗിൻ്റെ കരുത്ത് എന്നൊക്കെയാണ്. UDF-ൻ്റെ കരുത്തെന്നൊന്നും അദ്ദേഹം പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്നാണോ അതോ അദ്ദേഹം മനഃപൂർവ്വം അത് ഒഴിവാക്കിയതാണോ എന്താണ് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് അദ്ദേഹം UDF-നെ ഒഴിവാക്കിക്കൊണ്ട് ഇന്നത്തെ ഈ വിജയത്തെ കണ്ടു? അവരുടെ മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരു സലാമിൻ്റെ പടമൊക്കെ വെച്ചിട്ടുള്ള ഒരു കാർഡ് കാണുന്നുണ്ട്. അതിൽ കാണുന്നത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ച മുഴുവൻ സീറ്റിലും ഉജ്ജ്വല വിജയം നേടി മുസ്ലിം ലീഗിന് അഭിമാനകരമായ മുന്നേറ്റം എന്നാണ്. UDF-ന് അഭിമാനകരമായ മുന്നേറ്റം എന്നല്ലേ ഒരു മുസ്ലിം ലീഗ് പോസ്റ്ററിലൊക്കെ കാണേണ്ടത്? എന്താണ് ഇപ്പോൾ പ്രകാശ് മാഷ് പറഞ്ഞത് ശരിയാണോ ശ്രീകുമാർ? മുസ്ലിം ലീഗ് UDF-ലെ രണ്ടാമത്തെ കക്ഷിയാണ്. അവരുടെ സ്ഥാനാർത്ഥികൾ വളരെ ഒരു നിർണായകമായ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കെല്ലാം തോന്നുന്നു അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചെങ്കിൽ അത് മുസ്ലിം ലീഗ് തന്നെയാണ് ആഘോഷിക്കേണ്ടത്, യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചത് നന്നായി. ഞാൻ അതിനു മുമ്പ് പ്രകാശ് മാഷിന്റെ ആ ഒരു രാഷ്ട്രീയ വിശകലനം അതെന്തായാലും രസകരമായി തോന്നി. രാവിലെ ഗോവിന്ദ മാഷക്ക് ഉദിക്കാത്ത പ്രകാശം എന്തായാലും വൈകുന്നേരം പ്രകാശ് മാഷിന്റെ തലയിൽ പ്രകാശിച്ചത് എന്തായാലും നന്നായി. കാരണം ഗോവിന്ദ മാഷ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചനയായിട്ടൊന്നും മാഷ് കണ്ടതായിട്ട് മാഷ് പറഞ്ഞില്ല. മാഷോട് ചോദിച്ചതാണ്, പറഞ്ഞില്ല. ഇവിടെ പ്രകാശ് മാഷ് പറഞ്ഞ ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം രാവിലത്തെ നയം വൈകിട്ടത്തേക്ക് തിരുത്തുന്ന ഒരു പാർട്ടിയായിട്ട് CPM ഇപ്പം മാറിയിട്ടുണ്ട്. നോക്കി, ഇത്ര വലിയ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ 2 ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ ലാലിനെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഒന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജിന്റെയും മറ്റൊന്ന് വിജിൽ MLA-യുടെയും. കോഴിക്കോട് കൊയിലാണ്ടിയിലെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അവരിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് കൊലപാതകത്തിന് പിന്നിലൊരു RSS ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് രാവിലെ ആയപ്പോൾ EP ജയരാജനും അതുപോലെ പാർട്ടിയും പറഞ്ഞു അത് മുൻ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളുടെ മുൻ വൈരാഗ്യം കൊണ്ട് ചെയ്തതാണെന്ന്. അപ്പൊ ഇതിന്റെ രാഷ്ട്രീയമാണ്. അപ്പൊ BJP ഇപ്പം പ്രകാശ് മാഷ് പറഞ്ഞു BJP-യും കോൺഗ്രസും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ യുദ്ധം, അതിലവരെ പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ രാവിലത്തെ ഈ RSS ആണ് കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞവർ പിന്നെ അത് തിരുത്തിയോ മാപ്പ് പറഞ്ഞൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷെ എന്തായാലും അതിൽ നിന്ന് പിൻവലിഞ്ഞല്ലോ. അപ്പൊ അത് CPM-ഉം BJP-യും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ സംഭവിച്ചതാണ്. ശ്രീ N. ശ്രീകുമാർ, നമുക്കിപ്പോ ഈ കൊയിലാണ്ടിയിലെ കാര്യം അത് വേറെ വിഷയമാണ്. പക്ഷെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളുണ്ടല്ലോ, ഈ വാർഡുകളിൽ ഓരോരുത്തരും നേടിയ വോട്ടുകളുണ്ടല്ലോ, അത് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിപ്പോൾ നേരത്തെ കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടിയ ആലപ്പുഴയിലെ BJP ജയിച്ച കിടങ്ങറ ബസാർ സൗത്ത് ആണെന്ന് തോന്നുന്നു ആ വാർഡിൻ്റെ പേര്. അവിടുത്തെ വോട്ടുണ്ട്. അവിടെ BJP ജയിച്ചിരിക്കുന്നത് CPM-നേക്കാൾ 1 വോട്ടിനാണ്, ഒറ്റ
ഒരൊറ്റ വോട്ടിന് 250 വോട്ട് CPM-നുണ്ട്, 251 വോട്ടാണ് BJP നേടിയിരിക്കുന്നത്. അങ്ങനെ BJP ജയിച്ചു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കോൺഗ്രസിൻ്റെ പെട്ടിയിൽ എത്രയാണെന്നറിയോ? വെറും 97 വോട്ട്. 97 വോട്ട്. അത് നേരത്തെ പ്രകാശ് മാഷ് പറഞ്ഞത് ഒന്ന് കാര്യമായിട്ട് എടുക്കണ്ടേ UDF കോൺഗ്രസ്? എന്നാലും നമ്മൾ ഇത് തദ്ദേശ പ്രകാശം മാഷ് എന്ന് പറയുന്ന പാർട്ടി അണികൾക്ക് വേണ്ടിയാണ്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 1991 EK നായനാർ കേരളം ഭരിക്കുമ്പോൾ ആദ്യമായിട്ട് ജില്ലാ കൗൺസിലിലേക്ക് തിരഞ്ഞെടുപ്പെടുന്നു. ജില്ലാ കൗൺസില് തൂത്തുവാരി CPM ഇടതുമുന്നണി തൂത്തുവാരി. 5 വർഷം തികയ്ക്കുന്നതിന് മുമ്പ് VS അച്യുതാനന്ദ പാർട്ടി സെക്രട്ടറി അദ്ദേഹം പറഞ്ഞു, നമുക്ക് നിയമസഭ പിരിച്ചുവിടാം, രണ്ടാമത് പെട്ടെന്ന് കയറും, 6 കൊല്ലം ഭരിക്കാമെന്ന് പറഞ്ഞിട്ട്. ജയിച്ചതാരാ? UDF-ഉം AK ആന്റണി. മനസ്സിലായല്ലോ, കോൺഗ്രസും. ഞാൻ പറയുന്നത് കരുണാകരനൊക്കെ ഞാൻ പറയുന്നത് ഇതൊന്നും ഒരു സർവേ ആയിട്ട് എടുക്കരുത് നിങ്ങളെ. അത് ജില്ലാ കൗൺസിലാണെന്ന് ആലോചിക്കണം. തൂത്തുവാരി ഇല്ലേ മാഷെ, ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു CPM-ന്? ഇനി അതൊക്കെ പോട്ടെ, ഞാൻ UDF-ന്റെ കാര്യം തന്നെ പറയാം. അല്ല, അത് നമുക്കറിയാം. അത് പിന്നീട് രാജീവ് ഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നീട് വന്ന മാറ്റങ്ങളൊക്കെയാണ്. അത് അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. അല്ല, നമുക്ക് എന്ത് ന്യായീകരിക്കാമല്ലോ, അത് അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ UDF-മായി ഞാനൊരു UDF പക്ഷപാതിയാണല്ലോ. UDF-മായി ബന്ധപ്പെട്ടൊരു കാര്യം വരാം. 2019 UDF കേരളത്തിലെ പാർലമെന്റ് തൂത്തുവാരി. ഒരു കനൽത്തരി ആലപ്പുഴയിൽ ഒഴിച്ച് ബാക്കി എല്ലാം തൂത്തുവാരി ഇല്ലേ? 2021 ആരാ ജയിച്ചത്? പിണറായി വിജയനല്ലേ ജയിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് മാഷേ, ഇതൊന്നും കണ്ട് കൊതിക്കരുത്. നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം ശ്രീകുമാർ. പക്ഷേ ഇതിനകത്തൊരു രാഷ്ട്രീയമായി വിലയിരുത്തുന്ന ആളുകൾക്കൊരു യുക്തി വേണമല്ലോ. നമുക്കിങ്ങനെ ഇതൊന്നും കണ്ട് കൊതിക്കരുത്, നാളെ നമുക്ക് റിസൾട്ട് വരുമ്പോൾ നോക്കിയാൽ മതി, അതുവരെ നമുക്ക് കിടന്നുറങ്ങാം എന്ന് പറഞ്ഞു പോകുന്നവരാണോ? നമ്മൾക്കിത് വിശകലനം ചെയ്ത് ഗൗരവമായി അക്കാദമികമായി ചിന്തിക്കുന്ന ആളുകളൊക്കെ അല്ലേ ശ്രീകുമാർ? അതിനകത്ത് നേരത്തെ പ്രകാശം മാഷ് പറഞ്ഞ ലീഗിൻ്റെ നിലപാട്, UDF-നകത്തുള്ള വിള്ളൽ ഇപ്പോൾ അത് പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ കോൺഗ്രസിനകത്തുള്ള അതൃപ്തി, ഈ സുധാകരനോടും VD സതീശനോടും ഈ സമരാഗ്നി കടന്നു വരുന്ന വഴികളിൽ ഉള്ള അതൃപ്തി, നേതാക്കൾ തന്നെ പ്രകടിപ്പിക്കുന്ന അതൃപ്തിയെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് നമ്മൾ കാര്യമായിട്ട് എടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഈ കിട്ടുന്ന സമയം മുഴുവൻ LDF-നെയും പിണറായി വിജയനെയും ഒക്കെ കോർണർ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ നിങ്ങളെ കുഴിയിൽ ചാടിക്കുന്നതാണ് എന്ന് ഈ റിസൾട്ടോട് കൂടിയെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നൊക്കെ പറഞ്ഞു തരാനേ അവർക്ക് പറ്റൂ. ഇല്ലെങ്കിൽ ഇത് കണ്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഇനിയും പറയണോ എന്ന് പ്രകാശ് മാഷ് ഉള്ളിച്ചിരിക്കുകയാണ്. നിങ്ങൾ നന്നാവരുതെന്നാണ് അദ്ദേഹത്തിന്. നിങ്ങൾ ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ് ഉള്ളിച്ചിരിക്കുന്നുണ്ടാവും. ഡോക്ടർ ലാലേ, UDF-ന് 13 സീറ്റ് ഉണ്ടായിരുന്നു. അത് ഇത്തവണ 10 സീറ്റായി. ശരിയാണ്, 10 സീറ്റായി. LDF-ന് 10 സീറ്റ് ഉണ്ട്. അപ്പൊ UDF-ഉം LDF-ഉം തുല്യമാണ് ഇപ്പോൾ. അത് ആദ്യം മനസ്സിലാക്കുക. അതിൽ 4 സീറ്റ് LDF തിരിച്ചു പിടിച്ചാണ്. ശരിയാണ്. BJP-ക്ക് 4 എന്നുള്ളത് 3 ശരിയാണ്. ഇതാണ് സംഭവം. അപ്പൊ 10-10, LDF 10, UDF 10. അതാണ് കണക്ക് വെച്ച് പറയുമ്പോൾ അതാണ് കണക്ക്, ഇന്നത്തെ കണക്ക്. അതിൽ തെറ്റില്ലല്ലോ. അപ്പൊ 10 UDF, 10 LDF, ഇതാണ് കണക്ക്. അല്ല, അപ്പൊ ഈ പിടിച്ചെടുത്തതൊക്കെയോ? ഈ പിടിച്ചെടുത്തു എന്ന് പറയുന്ന കണക്കൊക്കെ എവിടെ പോയി? എല്ലാം കൂട്ടിയിട്ട് LDF-ന് 10. അതൊരു വെറും നമ്പറല്ലേ? അങ്ങ് പറയുന്നത് അക്കമല്ലേ? അല്ലാതെ ഈ പിടിച്ചെടുത്തു എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും തെരഞ്ഞെടുപ്പ് നടന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയുന്ന കണക്ക് മാത്രം നോക്കിയാൽ മതി. ഈ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വന്ന ഫലം അനുസരിച്ച് നോക്കുമ്പോൾ പിടിച്ചെടുത്തതിൻ്റെ എണ്ണം ആർക്കാണ് കൂടുതൽ എന്നൊക്കെ നോക്കുമ്പോൾ ഉള്ളൊരു കണക്കുണ്ടല്ലോ. അതങ്ങ് ബോധപൂർവം ആളുകളുടെ മുമ്പിൽ കണ്ണിപ്പൊടിയിടുകയാണോ? ഡോക്ടർ ലാൽ, അല്ല. കാരണം ഞാൻ പറയുന്നത് ആകെയുള്ള 23 സീറ്റിലെ 3 സീറ്റ് BJP, 10 സീറ്റ് UDF, 10 സീറ്റ് LDF. LDF 4 സീറ്റ് കൂടുതൽ പിടിച്ചു. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-20 ജയിക്കുന്നതാണ് നമ്മുടെ പ്രകാശം മാഷ് പറയുന്നത്. ഗോവിന്ദ മാഷ് പറയുന്നത് അങ്ങനൊന്നും ഞാൻ പറയില്ലെന്നാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നിങ്ങൾ ചോദിച്ചോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ ലീഗിന്റെ കാര്യം കൂടെ പറയാം. ലീഗിനെ കുറിച്ച്, UDF-ലെ ലീഗിനെ കുറിച്ച് പ്രശ്നമാണെന്നൊക്കെ പ്രകാശം മാഷും പറഞ്ഞു, ഡോക്ടർ ലാലും പറഞ്ഞു. LDF-ൽ RJD പ്രശ്നമല്ലേ മാഷേ? അവരുടെ LDF കൊടുത്ത കോർപ്പറേഷൻ ബോർഡ് സ്ഥാനങ്ങളൊക്കെ രാജിവെക്കാൻ തീരുമാനിച്ചില്ല. അതൊരു പ്രശ്നമല്ലേ? എന്താ മാഷ അത് മറന്നു? RJD പ്രശ്നം മറന്നു? RJD ഘടകകക്ഷി അല്ലേ LDF-ന്റെ? അല്ല, ഇതിനകത്ത് ഇപ്പോൾ വേറെ കാര്യം കൂടെ ഉണ്ട്. അങ്ങ് പറയുന്നത് ഈ കണക്ക് വെച്ച് നോക്കുമ്പോഴേ UDF-ന്റെ കണക്കിൽ ഈ 10 എണ്ണം എന്നങ്ങ് പറഞ്ഞല്ലോ, 10 എന്ന് ഈക്വൽ എന്ന് പറഞ്ഞല്ലോ. ഞാനത് പ്രകാശ് മാഷോട് ചോദിക്കാം, അങ്ങനെ LDF UDF ഈക്വൽ ആണോ എന്നുള്ളത് ചോദിക്കാം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ 10-ൽ 7 ലീഗിൻ്റെതാണ്. ആ എണ്ണം ഒന്നും മറന്നു പോകരുത്. വെറും 3 കോൺഗ്രസിൻ്റെത്, 3
7 അതിൽ 7 ലീഗിൻ്റെതാണ്. അല്ല, നമ്മൾ ഈ UDF LDF രാഷ്ട്രീയം പറയുമ്പോഴേ അതെ. LDF CPM വേറൊരു കക്ഷി, CPI വേറൊരു കക്ഷി എന്ന് പറയുമോ? UDF ലീഗിന്റെ സീറ്റ് ഇത്ര. അല്ല, അത് PMA സലാമിനോടാണ് പറയേണ്ടത്. അത് PMA സലാമിനോടാണ് പറയേണ്ടത്. അദ്ദേഹമാണിത് പറഞ്ഞത്. അല്ല, PMA സലാം പറഞ്ഞത് തെറ്റൊന്നുമില്ല. ലീഗ് ജയിച്ചെന്ന് തന്നെയല്ലേ പറയേണ്ടത്. അതിലെന്താ സംശയമുള്ളത്? ഇവിടെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് CPM എല്ലായിടത്തും. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത് മൂന്നാറിലത്തെ കാര്യം. ശരി ശരി പ്രകാശ് മാഷ് കൂടുതൽ മനസ്സിലാവും. പ്രകാശ് മാഷേ, അപ്പോൾ LDFും UDFും ഇന്നത്തോടുകൂടി ഈക്വലായോ, തുല്യമായോ? പെട്ടെന്ന് എനിക്ക് കൃഷ്ണദാസിലേക്കാണ് പോകേണ്ടത്. ഇതിൽ ഉള്ള സീറ്റ് പറയാതെ, നിലവിലുള്ളൊരു സീറ്റ് വെച്ചിട്ടാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സീറ്റ് പറയാതെ കിട്ടിയിരിക്കുന്ന സീറ്റ് പപ്പാതിയല്ലേ എന്ന് പറയുന്നത്, അത് യഥാർത്ഥത്തിൽ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു ന്യായം മാത്രമല്ലേ? ഒരു പഞ്ചായത്തിൻ്റെ ഭരണം തന്നെ UDFന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ? ഞാൻ പറഞ്ഞു വന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ അതത് കാലത്തെ രാഷ്ട്രീയം സ്വാധീനിക്കുന്നു എന്ന് തന്നെയാണ്. ഇവിടെ ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസക്കാലം നടന്നതെന്താ? നവകേരള സദസ്സ് അതിനെ ആക്രമിച്ച് പൊളിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി കോൺഗ്രസ്. അതുപോലെ ഡൽഹി സമരം, അത് ഏറ്റവും ജനവിരുദ്ധമായ ഒരു കാര്യമാണ് എന്നുള്ളതിലൊക്കെ വലിയ പ്രചാരവേല നടത്തി. ഇപ്പോൾ മുഖാമുഖം നടക്കുകയാണ്, അതിനെ കഠിനമായി എതിർക്കുന്നു. ഇതാണല്ലോ UDFൻ്റെ രാഷ്ട്രീയം ഈ കഴിഞ്ഞ 2 മാസത്തിലേറെയായിട്ട്. ആ രാഷ്ട്രീയത്തോട് ജനങ്ങളുടെ വികാരം എന്താണെന്ന് ഈ പറഞ്ഞ കാര്യം. നിങ്ങളിപ്പോൾ BJP ആവട്ടെ എക്സാലോജി കൊണ്ടുവന്നിട്ട് കേരള ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്താൻ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ താറടിക്കാൻ വലിയ ശ്രമം നടത്തുകയാണല്ലോ. ആ ശ്രമങ്ങളോട് കേരളത്തിലെ ജനത എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. രാഷ്ട്രീയ കാലാവസ്ഥയെ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അപ്പോൾ കാണുന്നുണ്ട്. അത് മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളപ്രചാരവേല, കേരള വിരുദ്ധമായിട്ട് നിലപാട്, ആ നിലപാടിന് മലയാളി കൂട്ടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ CPMൻ്റെ LDFൻ്റെ 5 സീറ്റുകൾ 10 ആക്കിയതിലൂടെ, BJPയുടെ 4 സീറ്റ് 3 ആക്കിയതിലൂടെ, കോൺഗ്രസിൻ്റെ 13 10 ആക്കിയതിലൂടെ, ആ സത്യത്തെ കാണാതെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ വേണ്ടി കഴിയുക? ഒരു പഞ്ചായത്ത് ഭരണം തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതൊന്നും പ്രശ്നമല്ല എന്ന് ചിന്തിച്ചാൽ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ആകെ പൊളിഞ്ഞാലും അവർക്ക് പ്രശ്നമല്ല എന്ന് മാത്രമേ ജനാർത്ഥാക്കുള്ളൂ. അതുകൊണ്ട് ഇരുട്ടുകൊണ്ടൊന്നും ഓട്ടയടക്കാൻ കഴിയില്ല. ഓട്ടയടക്കുന്ന വേറെ രീതിയിൽ തന്നെ വേണം. നിങ്ങൾ ഉള്ള യാഥാർത്ഥ്യമായി കണ്ട് തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തണം. ശരി, അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്താൻ നിങ്ങൾക്കും ഇനി കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. കേരളത്തോടുള്ള സമീപനം, ഡൽഹിയിൽ നടത്തിയ സമരത്തിൻ്റെ കൂടി പ്രതികരണമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇത് സംഭവിച്ചത്. ആലപ്പുഴയിലെ കണക്ക് ഞാൻ നേരത്തെ ഇവിടെ ശ്രീകുമാറിനോട് വിശദീകരിച്ചത് താങ്കൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. അത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ BJPക്ക് 4-ൽ നിന്ന് 3-ലേക്ക് വന്നതാണ് വലിയ വിജയമെന്നൊക്കെ പറയുകയാണോ എന്ന പ്രകാശം മാസ്റ്ററുടെ വിമർശനത്തിനുള്ള മറുപടി കൂടി വരണം. സ്വയം മനസ്സിലെങ്കിലും ഉണ്ടാകണം ആ ചിന്ത. BJP പടവലങ്ങിയ പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊരു തോന്നൽ വരണം ഈ കണക്ക് വെച്ചിട്ട്. അപ്പോൾ മാറ്റമുണ്ടാകുമോ? കേരളത്തോടുള്ള സമീപനത്തിലെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ഡോക്ടർ ലാൽ, നമ്മുടെ കേരളത്തിലേക്ക് പണം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. കൂടുതൽ കേരളത്തിൽ കിട്ടേണ്ടതാണ്. കിട്ടാനുള്ളത് നമുക്ക് വാങ്ങിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്താം. അതിലൊന്നും തെറ്റൊന്നുമില്ല. നമ്മൾ കേസിന് പോകാം. പക്ഷേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ലാലും അതുപോലെ തന്നെ പ്രകാശം മാഷും ഇനി അങ്ങോട്ടേക്കുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ആലപ്പുഴയുടെ കണക്ക് ഞാൻ വിട്ടു, അതവിടെ നിൽക്കട്ടെ. പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ല, ആലപ്പുഴ പെട്ടെന്ന് വിട്ടുകളഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞാൻ കണക്ക് കൃത്യമായി പറഞ്ഞാണ്. നിങ്ങൾക്ക് ഒരു പ്രതികരണം ഇല്ലേ? ഒരു ഒറ്റ വോട്ടിന് UDFൻ്റെ വോട്ട് നിങ്ങളുടെ പെട്ടിയിലേക്ക് വീണതിനെക്കുറിച്ച് പ്രകാശ് മാഷ് വിമർശിക്കുകയും ചെയ്തു നേരത്തെ. അല്ല, ഞാൻ അതിലേക്ക് വരാം. പത്തനംതിട്ട ജില്ലയിൽ LDFന് ഉണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടു. ആലപ്പുഴ ജില്ലയിൽ LDFന് ഉണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടു. എറണാകുളം ജില്ലയിൽ എടവനക്കാട് നേതാജി, അവിടെ LDFനുണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ LDFനുണ്ടായിരുന്ന 3 സീറ്റുകൾ നഷ്ടപ്പെട്ടു. പിടിച്ചെടുത്തു എന്ന് പറയുന്നതോടൊപ്പം തന്നെ നിലവിൽ കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ നഷ്ടപ്പെടൽ ഗൗരവമായി കാണണ്ടേ? അങ്ങനെ LDFന് വലിയ വിജയമുണ്ടായെങ്കിൽ അതും ജയിക്കേണ്ടതല്ലേ? എക്സാലോജിക്കിൻ്റെയും കേന്ദ്രവിരുദ്ധ സമരത്തിൻ്റെയും എല്ലാം ഭാഗമാണ് ഈ വിജയമെങ്കിൽ ആ ഉണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും എറണാകുളത്തുമൊക്കെ സീറ്റുകൾ നഷ്ടപ്പെടുന്നത്, ഉണ്ടായിരുന്ന സീറ്റുകൾ, കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ അതെല്ലാം നഷ്ടപ്പെടുന്നത് എന്തിൻ്റെയെങ്കിലും സൂചനയാണോ? അല്ല, ഇതേ ലോജിക്ക് നിങ്ങളോടും ഉണ്ടാകുമല്ലോ. ഇതേ ലോജിക്ക് വെച്ച് നിങ്ങളോടും ചോദ്യം ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സീറ്റാണല്ലോ പിടിച്ചെടുത്തത്. അപ്പം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആണല്ലോ നഷ്ടപ്പെട്ടത്. അതിന് ഒരു അർത്ഥമുണ്ടാകില്ലേ? അതെന്താണ്?
അല്ല, അതാ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതാ ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങളുടെ സീറ്റ് തിരുവനന്തപുരത്ത് 2 സീറ്റ് LDF ജയിച്ചു. അതേസമയം തന്നെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന LDFൻ്റെ ഒരു സീറ്റ്, കൊല്ലത്തുണ്ടായിരുന്ന NDAയുടെ ഒരു സീറ്റ് നിങ്ങൾ LDF പിടിച്ചെടുത്ത സമയത്ത് ആലപ്പുഴയിലുണ്ടായിരുന്ന LDFൻ്റെ സീറ്റ് ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ? പത്തനംതിട്ടയിൽ LDFൻ്റെ സീറ്റ് UDF പിടിച്ചെടുത്തില്ലേ? എറണാകുളത്ത് LDFൻ്റെ സീറ്റ് UDF പിടിച്ചെടുത്തില്ലേ? അപ്പോൾ നിങ്ങൾക്കും സീറ്റുകൾ നഷ്ടപ്പെട്ടു. എവിടെ നഷ്ടപ്പെട്ടു? കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടു. എറണാകുളത്ത് നഷ്ടപ്പെട്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ അല്ല, ഈ എല്ലാ വാർഡുകളിൽ നടന്ന വോട്ടുകളല്ലല്ലോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിലേക്ക് വന്ന് വോട്ട് ചെയ്ത് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പോകുന്നത്. അത് അങ്ങനെ ഒരു ട്രെൻഡായി കാണുമെങ്കിൽ LDFന് നഷ്ടപ്പെട്ട 3 സീറ്റുകൾ അതെവിടെ കൊണ്ട് കൊള്ളിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, കേരളത്തിന്റെ പൊതു ട്രെൻഡിന്റെ സൂചനയാണ് ഈ സർവേയിലൂടെ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് താങ്കൾ ഉൾപ്പെടെ സമ്മതിച്ചിട്ടാണ് ഈ കണക്കുകളൊക്കെ പറയുന്നത്. കേരളത്തിന്റെ ആകെ ഉള്ള ട്രെൻഡിൽ ഇപ്പോൾ BJP താഴോട്ടാണ്. UDFന് സീറ്റുകൾ കുറഞ്ഞിരിക്കുന്നു. LDFന് ചില സീറ്റുകൾ നഷ്ടപ്പെടുമ്പോഴും മറ്റ് പലയിടത്തും കൂടുതൽ സീറ്റുകൾ നിങ്ങളിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത് അവർ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ പറയുന്നത് ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെതിരെയുള്ള കാര്യങ്ങളാണ്. ആ ഭരണവിരുദ്ധ വികാരം അവിടെ ഇല്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെയാണ് എല്ലാവരും വിലയിരുത്തുക. ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നാണ് എല്ലാവരും അന്വേഷിക്കുക. അങ്ങനെ ഒരു വികാരമില്ല. അഴിമതിയുടെ കാര്യത്തിൽ, ഈ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ, ക്ഷേമകാര്യങ്ങളിൽ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, നവകേരള സദസ്സ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ദൂർത്ത് എന്നൊക്കെ പറഞ്ഞതൊക്കെ എല്ലാം പോയിരിക്കുകയാണ്. ട്രെൻഡ് ആകെ തുകയായി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അത് കേരള സർക്കാരിന് അനുകൂലമാണ് സർ. അതാണ് സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകുന്ന സൂചന. ഡോക്ടർ ലാൽ അങ്ങനെയാണ് ലാൽ വിലയിരുത്തുന്നതെങ്കിൽ അങ്ങയുടെ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൻ്റെ രീതി കുറച്ചുകൂടി ഒന്ന് മാറ്റേണ്ടി വരുമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും എറണാകുളത്തും LDFൻ്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമല്ലാതെ മറ്റെന്താണ് ലാൽ? അങ്ങനെയാണെങ്കിൽ സിറ്റിംഗ് സീറ്റിലല്ലേ ആദ്യം ജയിക്കേണ്ടത്? അപ്പോൾ സിറ്റിംഗ് സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു, ഭരിക്കുന്ന പാർട്ടിക്ക് നഷ്ടപ്പെടുന്നു. ചരിത്രത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും, കഴിഞ്ഞ തവണ 99 സീറ്റ് നേടിയ 2021 വിജയിച്ച പിണറായി വിജയൻ സർക്കാരിന് ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. കാരണം 41 സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടല്ലോ. 41 സീറ്റിൽ എന്തുകൊണ്ട് അവർ തോറ്റു? അവർക്ക് അവരുടെ ഭരണത്തോട് എതിർപ്പുള്ള 41 മണ്ഡലങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയേണ്ടി വരും. ആ കണക്കാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണ്. അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ആർക്കാണ്? അതും അഭിമാനകരമായ രീതിയിൽ പിടിച്ചെടുത്ത സീറ്റുകൾ അതാണിപ്പോൾ ഉള്ളത്. ആ കണക്കാണിത്. അങ്ങനെയല്ല ലാല് പറയുന്നത് രണ്ടും രണ്ടാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ കയ്യിലിടുന്ന സീറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കണമായിരുന്നു. അങ്ങനെ നിങ്ങളുടെ കൈകളിലിടുന്ന സീറ്റുകൾ നിങ്ങൾക്കുണ്ടായിരുന്ന 4 സീറ്റിൽ ഒന്ന് നോക്കൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായിരുന്ന 4 സീറ്റുകളാണ്. ആ 4 സീറ്റിൽ നിന്ന് 9 എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ ഒരു സ്വതന്ത്രയടക്കം 10 എന്നുള്ളതാണല്ലോ. അങ്ങനെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 4 സീറ്റുകളിൽ 3 സീറ്റുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കിട്ടിയ സീറ്റുകൾ എന്ന് പറയുന്നത് BJPയിൽ നിന്ന് 2 സീറ്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, UDFൽ നിന്ന് ബാക്കി സീറ്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊഴിച്ച് നിങ്ങൾക്ക് സീറ്റുകൾ, കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ ഭരണത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് കയ്യിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നടക്കുന്ന സമയത്തും LDF തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് ഗുണം ഈ കാര്യത്തിൽ? നിങ്ങൾക്ക് ഈ പറയുന്ന കണക്കുകൾ കൊണ്ട് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി, നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് പറയാനില്ല. നിങ്ങൾക്ക് LDFനെ 2 കുറ്റം പറയാമെന്നുള്ളതിനപ്പുറം നിങ്ങൾക്കൊരു നേട്ടവും അക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടാനില്ല. പ്രകാശ് മാഷ് അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ LDFൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്തു. അതാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ആലപ്പുഴ എന്ന് പറയുന്ന ഒരേ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ട്രെൻഡ് അത് BJPക്ക് അനുകൂലമാണ്. അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശരി, അത് പറയട്ടെ. പ്രകാശ് മാഷ് ആലപ്പുഴയിലെ ട്രെൻഡിൽ നിന്ന് വിടുന്നില്ല കൃഷ്ണദാസ്. ഇതില് ഞങ്ങൾക്കുണ്ടായിരുന്ന 4-5 സീറ്റുകളിൽ ഒരു സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ തിരുവനന്തപുരം ആണല്ലോ രാഷ്ട്രീയമായിട്ട് വലിയ മുന്നേറ്റം നിങ്ങൾക്കുണ്ടാക്കും എന്ന് BJP പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല. ആ ജില്ലക്കകത്ത് BJPയുടെ 2 സീറ്റുകൾ LDF പിടിച്ചിരിക്കുന്ന സത്യത്തെ എന്താണ് കാണാതിരിക്കുന്നത്? അവിടെ എന്തോ വലിയ കോർപ്പറേഷനാണ് ഒരു സീറ്റ്. ആ സീറ്റ് CPMന് കിട്ടുന്ന അവസ്ഥയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. പിന്നെ
നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഉള്ള സീറ്റ് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ചാണല്ലോ ഞങ്ങൾ പറയുന്നത്. BJPക്ക് ഒരിക്കലും സ്വന്തമായ സീറ്റുകൾ നിലനിർത്താനാവുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് MLA കാര്യത്തിലായാലും ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യത്തിലായാലും അവരുടെ സീറ്റുകൾ ഇപ്പോൾ എണ്ണത്തിൽ ഒന്നേ കുറഞ്ഞുള്ളെങ്കിലും നഷ്ടപ്പെട്ടത് BJPയുടെ നിലവിലുള്ള 3 സീറ്റുകളാണ്. അതൊരു ചെറിയ കാര്യമാണോ? അപ്പോൾ അവിടെ BJPക്ക് സ്വന്തം സീറ്റുകളെ സംരക്ഷിക്കാനാവുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ UDFൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് 6 സീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറയുന്നത് കേരളത്തിൽ ഒരിക്കലും ഇല്ലാത്തതാണല്ലോ. കേരളത്തിൽ ഇതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും നടക്കാറുണ്ടല്ലോ. എന്നാൽ നിലവിലുള്ളതിൻ്റെ ഇരട്ടിയായിട്ട് LDFൻ്റെ സീറ്റുകൾ വർദ്ധിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. 1-2 സീറ്റുകളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാറുണ്ടെന്നല്ലാതെ ഉപതെരഞ്ഞെടുപ്പിൽ നേരെ ഇരട്ടി സീറ്റ് നേടുക LDF അല്ലെങ്കിൽ UDF ഇരട്ടി സീറ്റ് നേടുക അങ്ങനെ ഉണ്ടാവാറില്ല. ഇതുണ്ടായിരിക്കുന്നു. അതിനല്ലേ നിങ്ങൾ വിശദീകരണം നൽകേണ്ടത്. നിങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് പുറകോട്ടേക്ക് പോകേണ്ടി വന്നിരിക്കുന്നു. നിങ്ങൾ പ്രചണ്ഡമായ പ്രചാരവേല, ഒരു ഭാഗത്ത് BJP, കേന്ദ്ര ഗവൺമെൻറ്, അതുപോലെ UDF, കേരളത്തിലെ നിങ്ങളെ സഹായിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ, അവർ കള്ളപ്രചാരവേലയുടെ ഒരു വലിയ ഘോഷയാത്ര ഈ കഴിഞ്ഞ 2 മാസക്കാലം നടത്തി. നിങ്ങൾ വലിയ നിലക്ക് ആളുകളെ അയച്ചിട്ട് പോലീസിനെ ആക്രമിക്കുന്ന നില പോലും ഉണ്ടായി. അതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് ജനങ്ങളുടെ സിമ്പതി നേടാനായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നേ. കേരളത്തിലെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നില്ല. നിങ്ങളാവട്ടെ ഒരു പ്രചരണത്തിൻ്റെ മധ്യത്തിലാണ്. UDF അവരിപ്പോൾ ഈ പറയുന്ന അഗ്നിജ്വാല നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിന് മധ്യത്തിലാണ്. എന്നിട്ട് പോലും ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് ചുമരെഴുത്ത്, കാലത്തിൻ്റെ ചുമരെഴുത്ത് വായിക്കാൻ BJPക്കും കോൺഗ്രസിനും കഴിയണം എന്നാണ് രാഷ്ട്രീയ വിശാരദന്മാർക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം. അത് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. ശ്രീകുമാർ, അതായത് UDFനെ വിശ്വസിക്കുന്നില്ല എന്നാണ്, അത് ഏതാണ്ട് നമുക്ക് ശരിയാണെന്ന് പറയുന്ന ചില സന്ദർഭങ്ങളിൽ എങ്കിലും ഉണ്ടല്ലോ. ഇപ്പോൾ നവകേരള സദസ്സിനെ കുറിച്ച് അങ്ങ് തന്നെ ഇവിടെ ഈ ചർച്ചയിലൊക്കെ വന്ന് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ദൂർത്ത് ആ ബസ്സിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു, ഇങ്ങനെ പാടുണ്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ബസ് കണ്ടു. അതുപോട്ടെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ സമരാഗ്നി എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്താണ് സാർ നിങ്ങൾ പറഞ്ഞതിനെക്കുറിച്ചും നിങ്ങൾ അന്ന് വിമർശിച്ചതിനെക്കുറിച്ചും ജനങ്ങൾക്ക് ഒരു വിശ്വാസം തോന്നണ്ടേ? അതിനോടൊരു അടുപ്പം തോന്നണ്ടേ? ഡോക്ടർ ലാലെ, ഈ CPMന്റെ വക്താക്കൾക്ക് ഒരു ഗുണമുള്ളത്, അവർ പറഞ്ഞത് ആണ് ശരിയെന്നങ്ങ് സമർത്ഥിക്കാൻ ശ്രമിക്കുക. അത് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതില് ലാല് ചോദിച്ചല്ലോ പ്രകാശം മാഷയുടെ 10-10 എന്നുള്ള ശരിയാണോന്ന്. മാഷ് ഉത്തരം പറഞ്ഞില്ല. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. 9+1 LDF, 10 UDF, 3 BJP. മുസ്ലിം നമ്മളുടെ CPMന് 9+1, അതാണ് LDF 10, UDFന് 10, അതുപോലെ തന്നെ BJPക്ക് 3. ഇപ്പൊ മാഷിന്റെ ഒരു തത്വചിന്ത പ്രകാരം നോക്കുകയാണെങ്കിൽ ഇടുക്കിയിലെ UDFന് അനുകൂലം, തിരുവനന്തപുരത്ത് LDFന് അനുകൂലം, അതുപോലെ എറണാകുളത്തെ എടവനക്കാട് UDFന് അനുകൂലം, ആലപ്പുഴയിലെ കൃഷ്ണദാസ് പറഞ്ഞ പോലെ BJP ഇങ്ങനെയൊക്കെ ആക്കേണ്ടി വരും. ഇതൊന്നും രാഷ്ട്രീയമല്ല. ഇത് തദ്ദേശ വാർഡിലെ ഇലക്ഷനിലെ ആശ്വാസമുണ്ട് CPMന്, ഇല്ലെന്ന് പറയുന്നില്ല. ആശ്വാസം കൊണ്ട് നടന്നോളൂ, പറഞ്ഞോളൂ. പക്ഷെ നമ്മൾ ചർച്ചയിൽ വരുമ്പം ആ ചർച്ചയിൽ അത് ഞാൻ പിടിച്ചതിന്റെ 4 കൊമ്പാണെന്നുള്ള രീതിയിൽ എടുക്കില്ല മാഷെ. ഇപ്പൊ ലാലിവിടെ ചോദിച്ചതിന് ഞാൻ ഉത്തരം പറയാം. നമ്മുടെ ഈ സാധാരണഗതിയിൽ തദ്ദേശ ഇലക്ഷനിലൊക്കെ നടക്കുമ്പോഴേ ഇതിന് മുമ്പ് നടന്ന 3 തെരഞ്ഞെടുപ്പിൽ UDF ആയിരുന്നു. പുതുപ്പള്ളി UDF, തൃക്കാക്കര UDF, അതൊന്നും CPM ഇന്നേറെ സമ്മതിച്ചിട്ടില്ല. എല്ലാത്തിനും അവർക്ക് ന്യായീകരണം ഉണ്ടായിരുന്നു. ഈ 4 വാർഡ് കിട്ടിയപ്പോൾ അത് കോൺഗ്രസ് വിരുദ്ധമായി ദേശീയ തലത്തിൽ CPM തൂത്തുവാരുന്നായി. എന്താണ് മാഷി നിങ്ങൾക്ക് രാഷ്ട്രീയം പറയണത്? നിങ്ങൾക്ക് ആശ്വാസമാണ്, UDFന് ക്ഷീണമാണ്. UDF ഇത് കണ്ട് പഠിച്ചില്ലെങ്കിൽ UDFന് കഷ്ടകാലമാണ്. ഇത് ഞാൻ തന്നെ പറയാം, അത് സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ ഒരു വാർഡ് ഇലക്ഷനില് 10, 20, 30 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ചാൽ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം CPMനെ പിന്താങ്ങുന്നു, പിണറായിയെ പിന്താങ്ങുന്നു, നവകേരള സദസ്സ് അംഗീകരിച്ചിരിക്കുന്നു എന്നൊന്നും പറയണ്ട. രാഹുൽ ഗാന്ധിയുടെ ബസ്സിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് അതിന്റെ ഉത്തരം പറയാം. ഒരു ഒറ്റ മിനിറ്റ്. രാഹുൽ ഗാന്ധിയുടെ ബസ് ഇപ്പോഴും ഓടുന്നുണ്ട് ഡോക്ടർ ലാലെ. ആ ബസ് കോൺഗ്രസ് ആണ് കാശ് കൊടുത്ത് ഉണ്ടാക്കിയത്. അത് സർക്കാരിന്റെ പൈസയോ ജനങ്ങളുടെ പൈസയോ അല്ല, കോൺഗ്രസിന്റെ പൈസയാണ്, കോൺഗ്രസ് പ്രവർത്തകരുടെ പൈസയാണ്. അല്ലാണ്ട് സർക്കാരിന്റെ കാശെടുത്ത് ഉണ്ടാക്കിയതല്ല. അതാണ് നവകേരള. സർക്കാരിന്റെ കാശ് കൊണ്ട് ഉണ്ടാക്കിയ കേരളത്തിലെ ബസ്സിനെ കുറിച്ച് പറഞ്ഞു കേട്ട കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളത് പിന്നീട് നമ്മൾ കണ്ടു. അത് പറഞ്ഞവർക്ക്
തങ്ങളുടെ ബസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ അത് ഒഴിവാക്കാമായിരുന്നു എന്നതാണ്. അത് കഴിഞ്ഞിട്ട് നടക്കുന്ന ദൂരത്തിനെക്കുറിച്ചുമൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ശ്രീകുമാർ, ഞാൻ താങ്കളിൽ നിന്ന് തന്നെ നേരത്തെ അവസാനിപ്പിച്ചത് അവിടെയാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുകയാണ്, രാഹുൽ ഗാന്ധിയുടെ ബസ്സിൻ്റെ പൈസ ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിയ പൈസയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനത് ഒരു തമാശയായിട്ട് എടുക്കുന്നുള്ളൂ, അതിനോട് എങ്ങനെ വേണമെങ്കിൽ പ്രതികരിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളങ്ങ് കേട്ട് മറന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ലേ, അതുകൊണ്ട് ഞാൻ വേറെ രീതിയിൽ പ്രതികരിച്ചേക്കാം, പിണറായിയെ നോക്കണ്ട, നരേന്ദ്രമോദിയെ നോക്കണ്ട, സുധാകരനെയും സതീശനെയും നോക്കണ്ട എന്നൊക്കെ കരുതി അവരവരുടേതായ രീതിയിൽ അങ്ങ് വേറെ വഴിക്ക് പോയതാണ് എന്ന് കരുതുന്നത് മണ്ടത്തരമാകും. ശ്രീകുമാർ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവലോകനം നടത്തുമ്പോൾ പാർട്ടി നേതാക്കൾ അവരുടെ പാർട്ടിയുടെ നേട്ടമായിട്ടും അത് അവരുടെ പാർട്ടി പ്രവർത്തകർക്കുള്ള പ്രോത്സാഹനമായിട്ടും പറയാറുണ്ട്, തെറ്റില്ല. അതിൽ ശ്രീ പ്രകാശം മാഷ് കാണിക്കുന്ന ആ ഒരു ആർജവത്വം ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ചില കണക്കുകൾ പറഞ്ഞത്. അത് 1991 ജില്ലാ കൗൺസിൽ പറഞ്ഞു, 2019 UDFന്റെ വിജയം പറഞ്ഞു, അതൊക്കെ ഞാൻ പറഞ്ഞു, അതോടെ നിൽക്കട്ടെ. കാരണം പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോഴത്തെ LDFന്റെ നയങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് CPM പറയുകയാണ്. ഈ 4 വാർഡ് ജയിച്ചപ്പം എന്തൊരു അധപ്പതനമാണത്. 4 വാർഡിലെ ജയം കൊണ്ട് മാഷും പാർട്ടിയും പറയുകയാണ് കേരളത്തിലെ LDFന്റെ. പക്ഷേ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നവകേരള സദസ്സിനെ തള്ളിപ്പറയാൻ ജനങ്ങൾ തയ്യാറായി എന്ന് ഒരു സർവേയും നിങ്ങൾക്ക് മുമ്പിൽ തെളിവുകളായി തരുന്നില്ല, ഒരു ഡേറ്റയും നിങ്ങളുടെ മുമ്പിലില്ല. ഇവിടെ ഇപ്പോൾ ജനങ്ങളുടെ ഡേറ്റയുണ്ട്, അത് ഈ തെരഞ്ഞെടുപ്പ് ഫലമാണ്. ഡോക്ടർ ലാലെ, മൂന്നാറിലെ പഞ്ചായത്ത് UDF നിലനിർത്തിയിരിക്കുക. അപ്പൊ മൂന്നാറ് തള്ളിക്കളഞ്ഞെന്ന് പറയാവോ? അല്ല, ഞാൻ വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം, കേരളത്തിൽ ഒരു മൂന്നാറിൽ മാത്രമേ നിങ്ങൾക്ക് അത് പറയാനുള്ളൂ, ബാക്കി എല്ലായിടത്തും 139 മണ്ഡലങ്ങളിലും അങ്ങനെ അല്ലാന്ന് ഞാൻ പറയേണ്ടി വരും. പ്രകാശം മാഷ് സമ്മതിക്കില്ല, 140 പറയും. അല്ല, ഞാൻ ഇപ്പോഴത്തെ മൂന്നാർ എന്ന് പറഞ്ഞത് പഞ്ചായത്ത് ഇലക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നടന്ന ഇലക്ഷനിലെ മൂന്നാറ് CPM അവിടെ അട്ടിമറിക്കാൻ ശ്രമിച്ചു, കാലമാറ്റത്തിലൂടെയൊക്കെ. അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് UDF അവിടെ ശക്തിയോടെ തിരിച്ചു വന്ന പഞ്ചായത്ത് ഭരണം നിലനിർത്തി. അതേ ഞാൻ പറയുന്നത് ഞാൻ മാഷ് പറയുന്നതല്ല, ഈ മാഷിന്റെ ആ ഒരു എന്താ പറയാ ഒരു പഠന ക്ലാസ് പോലെ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ശരി. പക്ഷെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണെന്ന് എന്തുകൊണ്ട് ഗോവിന്ദൻ മാഷ്ടയ്ക്ക് രാവിലെ പറയാൻ ധൈര്യമില്ലാതെ പോയതെന്ന് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്. മാഷ് വൈകുന്നേരം തിരുത്തിയില്ല, പ്രകാശം മാഷ്ടയ്ക്ക് അത് പറയാൻ പറ്റുന്നുള്ളൂ. ഗോവിന്ദൻ മാഷ് പറഞ്ഞാൽ നാളെ പാർട്ടി സെക്രട്ടറി അല്ലേ, ചോദിക്കില്ലേ? പ്രകാശം മാഷ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ മാഷ് ഇത് പറയില്ല. ഇല്ല, അതൊരു തരത്തിൽ താങ്കളുടേതായ ഒരു ബുദ്ധി ഉപയോഗിച്ച് ഒരു പാർട്ടി സെക്രട്ടറി എടുത്ത വളരെ മിതത്വമുള്ള ഒരു നിലപാടിനെയാണ് താങ്കൾ അതിനെ അങ്ങനെ കാണുന്നത്. അത് അങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമല്ല. ഇപ്പോഴും ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അത് വിലയിരുത്തി വരുമ്പോൾ അതിൻ്റേതായ സമയമെടുക്കും. അതിപ്പോൾ വന്നിട്ടുമുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFനും ഒന്നും പഠിക്കാനില്ല ഈ ഫലം വഴി എന്ന് താങ്കൾ പറയുമോ? വളരെ ചുരുക്കി. ഇല്ലില്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ശ്രദ്ധിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ, UDF ഇത് അവരുടെ കണ്ണ് തുറപ്പിക്കണം. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം വാർഡുകളിൽ CPM ബൂത്തുകളിൽ BJPയും CPMും ബൂത്തുകളിൽ നടത്തുന്ന പ്രവർത്തനം കോൺഗ്രസ് കണ്ടുപിടിക്കണം. ഇത് ഈ ലാലുമായിട്ടുള്ള ചർച്ച ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു. നരേന്ദ്രമോദി എറണാകുളത്ത് ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്ന് പ്രവർത്തകരെ ആഹ്വാനം ചെയ്തത് ഒരു സൂത്രമാണ്, ശ്രദ്ധിക്കണം എന്ന്. LDF ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ഇത്തവണ ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്തൊക്കെ പറഞ്ഞാലും ശരി രാഷ്ട്രീയ വിജയമാണ്, അത് സംശയമൊന്നും ഇല്ലാത്ത കാര്യം. 10-10 ആണെങ്കിലൊക്കെ തന്നെ ശരിയൊക്കെ ആണെങ്കിലും LDF 4 സീറ്റ് തിരിച്ചു പിടിച്ച നിസ്സാര കാര്യമല്ല. ശരി, ഈ 10-10 എന്നൊക്കെ ഉള്ള കണക്കിലാണ് ഇപ്പോഴും ശ്രീകുമാർ നിൽക്കുന്നത്. മുസ്ലിം ലീഗ് അതിനിടയ്ക്ക് 7 സീറ്റും കൊണ്ട് എങ്ങോട്ടേക്ക്, 6 സീറ്റാണെന്ന് തോന്നുന്നു, 7 അല്ല 6 സീറ്റാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് എങ്ങോട്ടേക്ക് പോകും എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. അത് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ കൃഷ്ണദാസ്, താങ്കൾക്കുള്ള 2.5 മിനിറ്റ്. ഈ പറയുന്ന BJPക്ക് ഈ കാര്യത്തിൽ എന്താണ് ഇനി പ്രതീക്ഷ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പിന്നെ തൃശ്ശൂരൊക്കെ ആണല്ലോ, തൃശ്ശൂർ കുറച്ചുകൂടെ മുമ്പേ തന്നെ പ്രതീക്ഷ പല വഴിക്കാണെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്തും ഇനിയിപ്പോൾ പ്രതീക്ഷിക്കേണ്ടതാണോ? ഡോക്ടർ ലാൽ, ഒന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇനി മറ്റൊരു വശത്തിലേക്ക് ആലോചിക്കുക. ശ്രീ പ്രകാശം മാഷ് സൂചിപ്പിക്കുന്നത് ഇത് LDF സർക്കാരിൻ്റെ ജനപിന്തുണയ്ക്ക് യാതൊരു ഇടിവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 വോട്ടിനോ 10 വോട്ടിനോ 15 വോട്ടിനോ എത്രയോ ആവട്ടെ, 4 സീറ്റുകൾ കൂടുതൽ കിട്ടുമ്പോഴത്തേക്ക് ഞങ്ങളിവിടെ ഭയങ്കരമായി ജയിച്ചു, ഞങ്ങളിനി പാർലമെൻറ്റിൽ എല്ലാം പിടിച്ചടക്കാൻ പോവുകയാണ് എന്ന് ധരിച്ചാൽ അങ്ങനെയാണോ കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത്, അങ്ങനെയാണോ ഇതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടതാണ്.
അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് 4.4% വോട്ടുകൾ കുറവാണ്. എന്ന് പറഞ്ഞാൽ 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതേ വാർഡുകളിൽ കിട്ടിയിട്ടുള്ള വോട്ടും ഇപ്പോൾ കിട്ടിയിട്ടുള്ള വോട്ടും കൂടി ജയിച്ചതടക്കം കണക്കൂട്ടി കഴിഞ്ഞാൽ പാർലമെന്ററി സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ നമ്മൾ ആകെയുള്ള വോട്ടുകൾ പോൾ ചെയ്ത വോട്ടുകളിൽ എത്ര കിട്ടി, ആർക്കാണ് കൂടുതൽ എന്നുള്ളത് വെച്ചിട്ടാണ്. അതിൽ നമുക്ക് ഈ ശതമാനക്കണക്കിന് പ്രസക്തിയില്ല. പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ ചോദ്യം. BJP പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ തള്ളി ജനങ്ങൾ. BJPക്ക് നല്ല സന്ദേശം നൽകിയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്കൊന്നും ഒരു വോട്ടും ഇവിടെ ഇപ്പോൾ ഇന്ന് കിട്ടിയിട്ടില്ല, താഴോട്ടാണ് പോയിരിക്കുന്നത്. നരേന്ദ്രമോദി ഇത്രയേ ഉള്ളോ BJPക്ക്? അതാ ഞാൻ പറഞ്ഞു വന്നത്. LDFന് ഗ്യാരണ്ടി പോയിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് 35% നിന്ന് 31.2% ആയപ്പോണ്ടായത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വീണ്ടും എന്നെ മറക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ഏക കനൽത്തരി, അതാ ശ്രദ്ധിക്കേണ്ടത്. BJP എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ ഭരിക്കുമ്പോൾ നിങ്ങളുടെ ഏക കനൽത്തരിയുള്ള ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ BJP ജയിച്ചിരിക്കുകയാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലല്ല BJP ജയിച്ചത്. അങ്ങനെ വിചാരിച്ചിരുന്നു പോയി ഉറങ്ങരുത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം മുഴുവൻ BJP പിടിച്ചെടുത്തിരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു മൂഢസ്വർഗത്തിൽ ഇന്ന് അങ്ങ് പോയി കിടന്ന് ഉറങ്ങരുത്. അവിടെയുള്ള ഒരു വാർഡ്, ആ വാർഡിൽ ഒരു വോട്ടിനാണ് BJP ജയിച്ചിരിക്കുന്നത് എന്ന സത്യം കൂടി മനസ്സിലാക്കണം. ഒരൊറ്റ വോട്ടിന് അത് തന്നെയാണ് എനിക്ക് LDFൻ്റെ പ്രതിനിധി പ്രകാശം മാഷോടും ഈ ചർച്ച നയിക്കുന്ന ലാലിനോടും പറയാനുള്ളത്. ഈ 4-5 സീറ്റിൽ നിങ്ങൾ UDFൽ നിന്നൊരു 3 സീറ്റ് പിടിച്ചെടുത്തു, BJPയിൽ നിന്ന് 2 സീറ്റ് പിടിച്ചെടുത്തു, ഞങ്ങൾ LDFൽ നിന്ന് ഒരു സീറ്റ് തിരിച്ച് പിടിച്ചെടുത്തു, നിങ്ങളിൽ നിന്ന് UDF ഒരു സീറ്റ് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിക്കലർന്നു വരുന്നതാണ് ശരി. അത് വി മുരളീധരൻ പണ്ട് പറഞ്ഞ അതുപോലത്തെ ഒരു കണക്ക് തന്നെ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരുന്നു. പെട്രോൾ വില കൂടിയപ്പോൾ ഇവിടെ അങ്ങനെ അവിടെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണക്കുണ്ടായിരുന്നല്ലോ, അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ പ്രേക്ഷകർ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അവസാനത്തെ കമൻറ്റ് പ്രകാശം മാഷക്കാണ്. പ്രകാശം മാഷ്, എങ്ങനെയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനങ്ങളൊക്കെ കൂടി കഴിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ മനസ്സിൽ കാണുന്നത്? കഴിഞ്ഞ 2-3 മാസങ്ങൾ കേരളത്തിൽ 2 നയങ്ങൾ തമ്മിലുള്ള കടുത്ത ഏറ്റുമുട്ടലാണ്. ഞങ്ങൾ നവകേരള സദസ്സിലൂടെ, അതുപോലെ തന്നെ കേന്ദ്ര വിരുദ്ധ സമരത്തിലൂടെ, ഇപ്പോൾ നടക്കുന്ന മുഖാമുഖത്തിലൂടെയെല്ലാം നൽകിയിരിക്കുന്ന ഒരു നയവും സന്ദേശവുമുണ്ട്. അതിനെ എല്ലാ നിലക്കും എതിർത്ത് പരാജയപ്പെടുത്താൻ 3 ശക്തികൾ ഇവിടെ ഒറ്റക്കെട്ടായിരുന്നു. ഒന്ന് BJP, മറ്റൊന്ന് കോൺഗ്രസ്, അതുപോലെ തന്നെ കേരളത്തിലെ അവരുടെ പൂർണ്ണമായി പിന്തുണക്കുന്ന ചില മാധ്യമങ്ങൾ. അവരെല്ലാം നടത്തിയിരിക്കുന്ന വലിയ നിലക്കുള്ള ശ്രമങ്ങൾക്ക് ശേഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയാൻ യാതൊരു നിലക്കും മടിക്കേണ്ട കാര്യമില്ല. പിന്നെ കോൺഗ്രസിൻ്റെ ആൾ പറയുന്നത് കേട്ടാൽ ഇത് കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. നിലവിൽ 23 വാർഡുകളിൽ ആളുകൾ രാജിവെച്ചപ്പോഴോ മരിച്ചപ്പോഴോ ഉള്ള സ്ഥലത്ത് നടന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ 13-ൽ 10 ആയതും, അതുപോലെ 5 10 ആയതും, അതുപോലെ 4 3 ആയതും, അത് പരിശോധിക്കാതെ 10-10-3 എന്ന് പറഞ്ഞാൽ അതെന്ത് കാര്യമാണ്? അങ്ങനെയുണ്ട് ഒരു കണക്ക്. പിന്നെ ഞങ്ങൾ നടത്തിയ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, ഇന്ത്യയിൽ ഒരുപാട് പാർട്ടിയുണ്ടല്ലോ, തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ട് വൻകിടക്കാരുടെ കൈകളിൽ നിന്ന് കോടികൾ വാങ്ങിച്ചിരിക്കുന്ന കോൺഗ്രസിനും BJPക്കും എതിരായിട്ട് ഞങ്ങൾ നടത്തിയ നിയമ പോരാട്ടം, ആ നിയമപോരാട്ടം ജയിച്ചൊരുക്കുന്ന കാലമാണിത്. അത് തീർച്ചയായിട്ടും കേരളത്തിൽ CPMന് ഏറ്റവും സ്വാധീനമുള്ള സ്റ്റേറ്റ് ആണല്ലോ. ആ സ്റ്റേറ്റിൽ ജനങ്ങൾ ഞങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുന്നതിൽ എന്താ തർക്കമുള്ളത്? ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്കാകെ ജനാധിപത്യ സംരക്ഷണത്തിൽ ഒരു വലിയ തിളക്കം നേടിയ പാർട്ടിയാണ് എന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ട ഒരാഴ്ചയായി ആഴ്ച. ആ ആഴ്ചയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആവേശകരമായിട്ട് ഫലം തന്നെയാണ്. നിങ്ങൾ ഈ നിലക്കെല്ലാം തലകുത്തി മറിഞ്ഞിട്ടും മലയാളിയെ തിരിച്ചറിപ്പിക്കാനാവുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ആശ്വാസകരമായിട്ടൊരു ഫലമായിട്ട് തന്നെയാണ് LDF കാണുന്നത്. ഇത് വരാൻ പോകുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ സൂചനയാണ്, അതിലേക്കുള്ളൊരു സന്ദേശമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും. ശരി, അപ്പോൾ LDFന് വലിയ ആവേശത്തിനുള്ള വക ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലമാണെങ്കിൽ കൂടി അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രതികരണത്തിൻ്റെ, അവരുടെ മനസ്സിലിരിക്കുന്ന അഭിപ്രായങ്ങളുടെ ഒരു സർവേ ആയി തന്നെ എടുക്കാം. ആ പരിച്ഛേദം ഇന്ന് നൽകുന്ന ചിത്രം LDFന് അനുകൂലമാണ്. ഇതുവരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി UDFും BJPയും ഒക്കെ പിണറായി സർക്കാരിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ജനം തള്ളി എന്ന് തന്നെയാണ്, കേരളം തള്ളി എന്ന് തന്നെയാണ് ഈ സർവേയുടെ
ഫലമായി കാണേണ്ടത്. നവകേരള സദസ്സും ക്ഷേമ പെൻഷനും ഒക്കെ ഏത് രീതിയിലാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്? സർക്കാർ പറയുന്നതാണ് ജനം വിശ്വസിക്കുന്നത് എന്ന് കരുതേണ്ടി വരും. ഇന്നത്തെ ഫലം വിലയിരുത്തുമ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. അവരെ പരീക്ഷിക്കാൻ മാധ്യമങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ പ്രചരണ കോലാഹലങ്ങൾ കൊണ്ടാകില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ സൂചന. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് പ്രകാശൻ മാസ്റ്റർ, എൻ ശ്രീകുമാർ, ഒപ്പം അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.